Hello all, welcome back to our discussion on partnership accounts dissolution chapter. The last classes നമ്മൾ partnership dissolution നടക്കുന്ന സാഹചര്യങ്ങൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞു. പിന്നെ അങ്ങനെ dissolution വന്നു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് accounting point of view ൽ നമ്മൾ prepare ചെയ്യേണ്ട accounts എന്നിട്ട് books എങ്ങനെയാണ് ക്ലോസ് ചെയ്യുന്നത് with problems we have dealt. Today we are going to take up a new theory under dissolution chapter called Garner versus Murray rule. ഇത് നിങ്ങൾ already കേട്ടിട്ടുള്ളതായിരിക്കും, but again let us go through this rule once again. ഇതിന്റെ just history നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ആൻഡ് ഈ സ്ക്രീനിൽ ഞാൻ കാണിക്കുന്ന നോട്ട്സ് നിങ്ങൾ നിങ്ങളുടെ നോട്ടിലേക്ക് ഒന്ന് എഴുതിയെടുത്തോളൂ കേട്ടോ. Till this non-applicability of rule. ഇത്രയും തന്നിരിക്കുന്നത് make sure you write it in your notebook. Garner versus Murray rule. So I will just check questions ഉണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ ആ Garner versus Murray rule explain ചെയ്യാൻ ഏതെങ്കിലും theoretical question ഉണ്ടായിരുന്നോ എന്ന് നോക്കുക. ഉണ്ടായിരുന്നെങ്കിൽ അതിന് against ആയിട്ട് ആ question നമ്പറിന് against ആയിട്ട് എഴുതിക്കോളൂ. Question number 2. So question number 2 ന്റെ ആൻസർ ആയിട്ട് നിങ്ങൾ ഇത് എഴുതിയെടുക്കുക. അപ്പോൾ ഇത് തിയറി ആയിട്ട് കവർ ആകും and you will have answered the question. ഇങ്ങനെ കുറച്ച് ക്വസ്റ്റ്യൻസും കൂടെ തന്നിരിക്കുന്ന ഒരു കാര്യം തിയറിറ്റിക്കലി ഇത് നിങ്ങൾ മനസ്സിലാക്കേണ്ട തിയറി ആണ്. അതോടൊപ്പം എക്സാമിനേഷനിൽ ഒരു 2-3 മാർക്കിനൊക്കെ ചോദിച്ചിരിക്കുന്ന തിയറി പോർഷനും കൂടെയാണ്. പ്രോബ്ലം ആയിട്ട് മാത്രമല്ല തിയറിറ്റിക്കലി 1-2 പോയിന്റ്സ് ഈ ഒരു ചാപ്റ്ററിൽ നിന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അതാണ് ഞാൻ ആ ക്വസ്റ്റ്യൻ രൂപത്തിൽ തന്നിരിക്കുന്നത്. സോ ക്വസ്റ്റ്യൻ നമ്പർ 2 ന്റെ ആൻസർ ആയിട്ട് ഇത് എഴുതിയിട്ടുള്ളൂ. Now we will discuss it. So Garner versus Murray rule. ഇംഗ്ലണ്ടിൽ somewhere around 1900s നടന്ന ഒരു 1900s to 1904 ആ ഒരു കാലഘട്ടത്തിൽ നടന്ന ഒരു കേസാണിത്. ആ കേസിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ഒരു പാർട്ട്ണർഷിപ്പ് ഫേം ഉണ്ടായിരുന്നു. അതിൽ 3 പാർട്ട്നേഴ്സ്, ഗാർണർ, മുറേ ആൻഡ് വിക്കിൻസ്. ഈ 3 പേര് ചേർന്ന ഒരു പാർട്ട്ണർഷിപ്പ് ഫേം തുടങ്ങി ക്ലോത്ത്സിന്റെ ബിസിനസ്, തുണികൾ ട്രേഡ് ചെയ്യുന്ന ഒരു ബിസിനസ് തുടങ്ങി. കുറച്ച് നാള് ബിസിനസ് മുന്നോട്ട് പോയി. കുറച്ച് നാള് പോയി കഴിഞ്ഞപ്പോൾ ഇവിടെ വിക്കിൻസ് ഇൻസോൾവെന്റ് ആയി. ഇൻസോൾവെന്റ് എന്ന് വെച്ചാൽ അയാളുടെ ആസ്തി എല്ലാം നഷ്ടപ്പെട്ടു. അയാളുടെ സ്വന്തമായിട്ട് കുറച്ച് അസറ്റോ അല്ലെങ്കിൽ ഭൂമിയോ പോലും അധികം ഇല്ല. അയാളുടെ ചെലവുകൾ നടത്താനും അയാളുടെ പേഴ്സണൽ കടബാധ്യതകൾ വീട്ടാനുമുള്ള എമൗണ്ട് പോലും ഇല്ലാത്തൊരു പാപ്പരായ ഒരു അവസ്ഥ. അങ്ങനെ വിക്കിൻസ് ഇൻസോൾവെന്റ് ആകുകയാണ് while they were transacting this business. അങ്ങനെ വിക്കിൻസ് ഇൻസോൾവെന്റ് ആയി കഴിഞ്ഞപ്പോൾ ആ ഒരു സമയത്ത് വിക്കിൻസ് ശരിക്കും ഈ പാർട്ട്ണർഷിപ്പ് ഫേമിലേക്ക് കുറച്ച് ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്യാനുണ്ടായിരുന്നു. അതായത് ഓവർഡ്രോൺ പൊസിഷൻ അറിയാലോ. ക്യാപിറ്റലിൽ ഏത് ബാലൻസ് ആണ് എപ്പോഴും വേണ്ടത്? ക്രെഡിറ്റ് ബാലൻസ് ആണ്. പാർട്ട്ണർഷിപ്പ് ഫേം ആണെങ്കിലും ഓരോ പാർട്ട്ണറിന്റെയും ക്യാപിറ്റൽ ക്രെഡിറ്റ് ബാലൻസ് ആണ് ജനറലി വേണ്ടത് അല്ലേ. അതായത് അവര് ബിസിനസ്സിന് വേണ്ടി മുടക്കിയ പൈസയും അതിനോടൊപ്പം ഷെയർ ഓഫ് പ്രോഫിറ്റും ഷെയർ ഓഫ് ലോസും അഡ്ജസ്റ്റ് ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ വരുന്ന ബാലൻസ് ഇത് ജനറലി വരേണ്ടത് ഒരു ക്രെഡിറ്റ് ബാലൻസ് ആണ്. അതിൻ്റെ അർത്ഥം അവരുടെ കോൺട്രിബ്യൂഷൻ ടുവേർഡ്സ് ദ ഫേം ആണ് ഇപ്പോൾ കൂടി നിൽക്കുന്നത്. ഓവർഡ്രോൺ പൊസിഷൻ എന്ന് വെച്ചാൽ എന്താണ്? ആ ക്യാപിറ്റൽ ഡെബിറ്റ് ബാലൻസ് ആയി മാറി. അതായത് ഇമാജിൻ വിക്കിൻസ് 1 ലക്ഷം രൂപയാണ് ക്യാപിറ്റൽ കൊണ്ടുവരുന്നത്. പക്ഷേ അയാൾക്ക് കുറച്ച് പേഴ്സണൽ ആവശ്യം വന്നപ്പോൾ 1.5 ലക്ഷം രൂപ അയാൾ വിഡ്രോ ചെയ്തു കമ്പനിയിൽ, പാർട്ട്ണർഷിപ്പ് ഫേമിൽ. അപ്പോൾ 1 ലക്ഷമേ ക്രെഡിറ്റ് കിടക്കുള്ളൂ. പക്ഷെ ഡെബിറ്റ് ചെയ്തത് ഡ്രോയിങ്സ് ആയിട്ടോ 1.5 ലക്ഷം. അതായത് അയാളുടെ ക്യാപിറ്റലിന്റെ പൊസിഷൻ ഒരു ഓവർഡ്രോൺ പൊസിഷൻ. 50,000 രൂപ അയാൾ കോൺട്രിബ്യൂട്ട് ചെയ്യാതെ ഇരുന്ന ഒരു 50,000 ഡ്രോ ചെയ്തുകൊണ്ട് പോയി. അപ്പോൾ ഓവർഡ്രോൺ പൊസിഷൻ അല്ലെങ്കിൽ ഡെബിറ്റ് ബാലൻസ് എന്ന് പറയും. അപ്പോൾ വിക്കിൻസ് ഇങ്ങനെ ഇൻസോൾവെന്റ് ആയ ഒരു സമയത്ത് അയാൾ ഈ പാർട്ട്ണർഷിപ്പ് ഫേമിൽ ക്യാപിറ്റൽ ഒരു ഓവർഡ്രോൺ പൊസിഷനും കൂടി ആയിരുന്നു അയാൾക്ക്. അപ്പോൾ അതിൻ്റെ അർത്ഥം അയാൾ ഇൻവെസ്റ്റ് ചെയ്തതിലും കൂടുതൽ കാശ് അയാൾ എടുത്തുകൊണ്ട് പോയി അല്ലേ. ആ സമയത്ത് അയാൾ ഇൻസോൾവെന്റ് ആയത് കാരണം ഇനി നമ്മൾക്ക് വിക്കിൻസിന്റെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ ഈ പാർട്ട്ണർഷിപ്പ് ഫേമിന് വിക്കിൻസിന്റെ കയ്യിൽ നിന്ന് പൈസ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുമോ? അയാൾ 50,000 രൂപ എടുത്തുകൊണ്ട് പോയി എക്സ്ട്രാ.
അത് ശരിക്കും വിക്കിൻസ് പാർട്ട്ണർഷിപ്പ് അവന് തിരികെ തരേണ്ടതാണ്. പക്ഷെ ഇൻസോൾവെന്റ് ആയി പാപ്പരായി കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക് തരാൻ പറ്റുമോ? മുഴുവൻ തരാൻ പറ്റില്ലായിരിക്കും, കുറച്ചെങ്കിലും തരാൻ പറ്റുമായിരിക്കും. എന്ത് സിറ്റുവേഷനും വേണം ആയിക്കോട്ടെ. റൈറ്റ് നൗ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് പറയാം, അയാൾക്ക് പൈസ 50,000 രൂപ 1 രൂപ പോലും കൊണ്ടുവരാൻ പറ്റുക ഇല്ലായിരുന്നു എന്നുള്ളത്. സോ അയാൾക്ക് കൊണ്ടുവരാൻ പറ്റാതിരുന്ന, അയാൾ എക്സ്ട്രാ എടുത്തുകൊണ്ട് പോയ ആ ഡെബിറ്റ് ക്യാപിറ്റൽ എമൗണ്ട് ആരുടെ കോൺട്രിബ്യൂഷൻസ് ആണ്, അല്ലെ ആർക്ക് കിട്ടേണ്ട എമൗണ്ട് ആണ് കൊണ്ടുപോയത്? ഗാർണറും മുറയും. ഇനി വിക്കിൻസ് ഇങ്ങനെ ഇൻസോൾവെന്റ് ആയി കഴിഞ്ഞപ്പോൾ ബിസിനസ് മുന്നോട്ട് പോകാൻ പാടായി. കാരണം ഇവർ തമ്മിൽ തർക്കമായി തുടങ്ങി, അല്ലെ? 50,000 രൂപ ഇവർ രണ്ടുപേരും കോൺട്രിബ്യൂട്ട് ചെയ്ത 50,000 ആണ് വിക്കിൻസ് എക്സ്ട്രാ എടുത്തോണ്ട് പോയത്. വിക്കിൻസ് പാപ്പരായത് കാരണം അയാൾക്ക് ഇനി കാശൊട്ട് തിരികെ തരാനും പറ്റാണ്ടായി. അപ്പൊ ഗാർണർ ആൻഡ് മുറേ തമ്മിൽ വാക്കുതർക്കമായി. അവർക്ക് ഈ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകണ്ട എന്നുള്ള സ്ഥിതിയിലേക്ക് വന്നു. ഇവര് രണ്ടുപേരും കോടതിയിലേക്ക് പോയി. അതിന്റെ റീസൺ ഇതാണ്, ഈ 50,000 രൂപ എക്സ്ട്രാ എടുത്തുകൊണ്ട് പോയത് പാർട്ട്ണർഷിപ്പ് ഫേമിന്റെ ഒരു നഷ്ടമാണ്, അല്ലെ? അത് തിരികെ കൊണ്ടുവന്ന് നെഗറ്റീവ് ക്ലോസ് ചെയ്യണം. അക്കൗണ്ട്സ് ക്ലോസ് ചെയ്യാൻ നേരത്ത്, അല്ലെ, നമ്മൾ ആ ഡെബിറ്റ് ബാലൻസ് എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് ക്യാഷ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ക്ലോസ് ചെയ്താണ് ഡിസൊല്യൂഷൻ സ്റ്റെപ്പ് കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ലോസിന്റെ 50,000 രൂപ എക്സ്ട്രാ കൊണ്ടുവരുന്ന സിറ്റുവേഷൻ വന്നപ്പോൾ ഗാർണർ പറഞ്ഞു, നമ്മൾക്ക് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയില് ആ നഷ്ടത്തിന്, അതായത് 50,000 രൂപ ഇൻസോൾവെന്റ് ആയി ഇയാൾ എടുത്തുകൊണ്ട് പോയ എക്സ്ട്രാ പൈസ ഫേമിനെ സംബന്ധിച്ചിടത്തോളം ഒരു നഷ്ടമാണ്. ആ നഷ്ടം നമ്മൾക്ക് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ തന്നെ നമ്മൾക്ക് ബെയർ ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷേ മുറ അതിന് സമ്മതിച്ചില്ല. റീസൺ, ആ സമയത്ത് ഇവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ശരിക്കും 1:1, അതായത് ഈക്വൽ ഷെയർ ആയിരുന്നു. അപ്പൊ 50,000 രൂപ അതിന്റെ ലോസ് എങ്ങനെ ബെയർ ചെയ്യണം? ഗാർണറും മുറയും തുല്യമായിട്ട് ബെയർ ചെയ്യണം എന്ന് ഗാർണർ പറഞ്ഞു. പക്ഷെ ഗാർണർ അത് പറഞ്ഞെങ്കിലും മുറ അത് സമ്മതിച്ചില്ല. അങ്ങനെ ഇവര് തമ്മിൽ തർക്കമായി. ഇവരെ രണ്ടുപേരും കൂടെ കോർട്ടിൽ കേസ് കൊടുത്തു. ആ കേസിന്റെ റൂളാണ്, അല്ലെ ആ കേസിൽ വന്ന വിധിയാണ് നമ്മൾക്ക് ഗാർണർ വേഴ്സസ് മുറേ റൂൾ എന്ന് പറഞ്ഞ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സോ അതിൽ വന്ന വിധി എന്താണെന്ന് വെച്ചാൽ, മുറേ പറയുകയാണ്, പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ നിങ്ങൾ പറഞ്ഞത് ഓക്കെ, പക്ഷേ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ 1:1, അതായത് ഈക്വൽ ആയിട്ട് ഞാൻ ബെയർ ചെയ്യണം എന്നുള്ളത് അവിടെ നിൽക്കട്ടെ. ഇനി ഇവർ രണ്ടുപേരുടെ ബാക്ക്ഗ്രൗണ്ട് കൊണ്ട് നമുക്ക് പറയാം. ഗാർണർ ശരിക്കും വളരെ നല്ല ആസ്തിയുള്ള ഒരു ആളാണ്, അതായത് വെൽത്തി ആയിട്ടുള്ള ഒരു പൊസിഷനിൽ നിന്ന് വന്ന ഒരാളാണ് ഗാർണർ. പക്ഷെ മുറ ശരിക്കും വളരെ വെൽത്തി ആയിട്ടുള്ള ഒരാളൊന്നും അല്ലായിരുന്നു. ബട്ട് ഈക്വൽ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോസ് ബിക്കോസ് ഹി ഡിവോട്ടഡ് മച്ച് ഓഫ് ഹിസ് ടൈം ഫോർ ദിസ് പാർട്ട്ണർഷിപ്പ്. അപ്പോൾ ഗാർണർ കൂടുതലും പൈസ ഇൻവെസ്റ്റ് ചെയ്തു, പക്ഷെ മുറ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്തത് പൈസയല്ല, അതായത് ക്യാപിറ്റൽ അല്ല, അയാളുടെ കഴിവുകളും അയാളുടെ ടൈമും ഇൻവെസ്റ്റ് ചെയ്ത് ഈ ബിസിനസ്സിന് വേണ്ടി അയാളുടെ സമയം മാറ്റിവെച്ചു. സോ അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഇവർക്ക് എല്ലാവർക്കും ഈക്വൽ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ വന്നത്. അപ്പൊ ഈ ലോസ് ഗാർണർ പറഞ്ഞു, നമ്മൾക്ക് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ ബെയർ ചെയ്യാം എന്ന് ഗാർണർ പറഞ്ഞപ്പോൾ മുറ എതിർത്തതിന്റെ കാര്യം മുറയുടെ ഡിഫൻസ് ആണ്. ഈ ഒരു നഷ്ടം, വിക്കിൻസ് ഇൻസോൾവെന്റ് ആയി അയാൾ എടുത്തോണ്ട് പോയ എക്സ്ട്രാ എമൗണ്ട് ശരിക്കും ബിസിനസ് ചെയ്തു വന്ന നഷ്ടമാണോ? അല്ല. പിന്നെ എന്തുകൊണ്ട് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ ഞാൻ അതിനെ ബെയർ ചെയ്യണം? പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോന്റെ അർത്ഥം എന്താണ്, അല്ലെ എന്തിനാണ്, ഏതിലൊക്കെയാണ് നമ്മൾ അതിനെ അപ്ലൈ ചെയ്യുന്നത്? ആ ബിസിനസ് ട്രാൻസാക്ഷൻ നടത്തി അതിൽ നിന്ന് ഏൺ ചെയ്യുന്ന പ്രോഫിറ്റ്, അല്ലെ അതിൽ നിന്ന് ഇൻകർ ചെയ്യുന്ന ലോസ് ആണ് ഈ പ്രോഫിറ്റ് ഷെയറിംഗ് PSR റേഷ്യോയിൽ പാർട്ട്നേഴ്സ് സ്പ്ലിറ്റ് ചെയ്യുന്നത്. ആ ബിസിനസിന്റെ മുന്നോട്ട് പോയത് വഴി വന്ന നഷ്ടമോ ലാഭമോ ആണ് ഇങ്ങനെ ഡിവൈഡ് ചെയ്യുന്നത്. മുറ പറയുകയാണ്, ഇത് ബിസിനസ് ചെയ്ത് വന്നൊരു നഷ്ടമാണോ? അല്ല. വിക്കിൻസ് വിചാരിച്ചില്ല ഇൻസോൾവെന്റ് ആകുമെന്ന്. അയാൾ കുറച്ച് എക്സ്ട്രാ കാശ് എടുത്തുകൊണ്ട് പോയി. അൺഫോർച്ചുനേറ്റ്ലി അത് കഴിഞ്ഞപ്പോൾ ഇൻസോൾവെന്റും ആയിപ്പോയി. ഇനി അയാൾക്ക് ആ പൈസ തരാൻ പറ്റുകയില്ല. അതൊരിക്കലും ബിസിനസ് ചെയ്ത് വന്ന നഷ്ടമല്ല. അപ്പൊ ബിസിനസ് ചെയ്ത് വന്ന നഷ്ടമല്ലെങ്കിൽ എന്തിന് ബിസിനസിന്റെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ സ്പ്ലിറ്റ് ചെയ്യണം? ഇതാണ് മുറ പറഞ്ഞത്. അപ്പൊ ഈ കേസുമായിട്ട് ഗാർണറും മുറയും അവരുടെ ഭാഗമെല്ലാം വാദിച്ചുകൊണ്ട് കോടതിയിൽ പോയി. സോ കോടതി ഇത്രയും ഡീറ്റെയിൽസ് ഒക്കെ
മനസ്സിലാക്കി കഴിഞ്ഞ കേസിനെ കുറിച്ചൊക്കെ പഠിച്ചു കഴിഞ്ഞപ്പോൾ കോടതിയുടെ വിധി വന്നു. മുറെ പറഞ്ഞതാണ് ശരി. ഈ ബിസിനസ് വഴി അല്ലെ ക്ലോത്തിന്റെ കച്ചവടം ചെയ്തല്ല വിക്കിൻസിന്റെ 50,000 രൂപയുടെ നഷ്ടം വന്നത്. അല്ലെ വിക്കിൻസ് എടുത്തുകൊണ്ട് പോയ എക്സ്ട്രാ 50,000 നഷ്ടം വന്നത് തുണികൾ ട്രേഡ് ചെയ്തിട്ടുള്ള ബിസിനസ് വഴിയല്ല, അല്ലാതെ വന്ന ഒരു നഷ്ടമാണ്. സോ ബിസിനസ് ചെയ്യാതെ വന്ന ഒരു നഷ്ടം ഒരിക്കലും പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ സ്പ്ലിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. പകരം ഈ ലോസിനെ നമ്മൾ ട്രീറ്റ് ചെയ്യണം ആസ് എ ക്യാപിറ്റൽ ലോസ്. അല്ലെങ്കിൽ ക്യാപിറ്റൽ ലോസിന്റെ മറ്റൊരു പേര് പറയും സോഷ്യൽ ലോസ്. എന്നിട്ട് ഒരു വിധിയും കൂടെ ആ വിധിക്കകത്ത് പറഞ്ഞു ഇതൊരു ക്യാപിറ്റൽ അല്ലെ സോഷ്യൽ ലോസ് ആണ്. അതുകൊണ്ട് ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് ബെയർ ചെയ്യേണ്ടത് ആ സൊസൈറ്റി, നമ്മൾ ജീവിക്കുന്ന സൊസൈറ്റിയിൽ കൂടുതലും വെൽത്തി ആയിട്ടുള്ളത് ആരാണ് അവരായിരിക്കണം. എന്ന് വെച്ചാൽ മറ്റൊന്നുമല്ല, മുറെ ശരിക്കും ഈക്വൽ പാർട്ട്ണർഷിപ്പ് കിട്ടിയതിന്റെ റീസൺ മുറെ അയാളുടെ സേവിങ്സ് മുഴുവൻ ഇൻവെസ്റ്റ് ചെയ്ത് ഈ ബിസിനസ്സിലേക്ക് സമയം കൂടെ കൊടുത്തിറങ്ങിയത് കൊണ്ടാണ്. പക്ഷെ ഗാർണറിനെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി പൈസ ഉണ്ടായിരുന്ന ഒരാൾ, ഒരു പണക്കാരൻ, കുറച്ച് പൈസ ഇൻവെസ്റ്റ് ചെയ്തു, അത് മാത്രം. അപ്പം ഈ ഒരു വരുന്ന നഷ്ടം ബിസിനസ് ചെയ്തല്ലാതെ ഒരു സോഷ്യൽ ലോസ് ആണ്. അങ്ങനെയാണെങ്കിൽ ഐഡിയലി കൂടുതൽ കാശുള്ള അല്ലെങ്കിൽ കൂടുതൽ വെൽത്തി ആയിട്ടുള്ള ഒരാൾക്കായിരിക്കും ഇതിന്റെ ലോസ് ബെയർ ചെയ്താലും വലിയ പ്രശ്നങ്ങളില്ലാതെ പിന്നെയും മുന്നോട്ട് പോകാൻ പറ്റുന്നത്. മുറയ്ക്ക് അങ്ങനെ സംഭവിക്കുന്നത് കാരണം മുറയ്ക്ക് ആകെപ്പാടെ കുറച്ച് വെൽത്തേ ഉള്ളൂ. അയാളുടെ ഇൻവെസ്റ്റ്മെന്റ് മുഴുവൻ അയാൾ എവിടെ ചെയ്തു? ഈ പാർട്ട്ണർഷിപ്പ് ഫാമിലേക്ക് ചെയ്തു. അപ്പൊ ബിസിനസ് ചെയ്തല്ലാതെ വേറെ വന്ന ഒരു ലോസും കൂടെ താങ്ങാൻ പറഞ്ഞാൽ അയാൾക്ക് അത്രയും സാധിക്കണമെന്ന് നിർബന്ധമില്ല. കാരണം ഹി ഈസ് നോട്ട് എ വെൽത്തി പേഴ്സൺ. സോ ദെയർഫോർ കേസ് വിധി വന്നത് ഇതൊരു സോഷ്യൽ ലോസ് ആയി അംഗീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ കൺസിഡർ ചെയ്തുകൊണ്ട് നിങ്ങൾ കൂടുതൽ സൊസൈറ്റിയിൽ സ്ഥാനമുള്ള അല്ലെ വെൽത്ത് ഉള്ള ഒരാള് ഈ ലോസ് കൂടുതൽ കവർ ചെയ്യാൻ ശ്രമിക്കുക എന്ന് പറഞ്ഞാണ് വിധി വന്നത്. ഇനി ശരിയാണ്, സൊസൈറ്റിയിൽ കൂടുതൽ വെൽത്തി ആയിട്ടുള്ളത്, അതായത് ഈ ഒരു ലോസ് കുറച്ച് കൂടുതൽ ബെയർ ചെയ്താലും ഗാർണറിനെ സംബന്ധിച്ചിടത്തോളം വലിയ നഷ്ടങ്ങളൊന്നുമില്ല. അല്ലെ അയാളുടെ പൈസ മുഴുവൻ തീർന്നൊന്നും പോകുന്നില്ല, അയാൾക്ക് ഇഷ്ടംപോലെ വെൽത്തുണ്ട്. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് എക്സ്ട്രാ ലോസും കൂടെ അയാൾ ബെയർ ചെയ്ത് അല്ലെങ്കിൽ അതിൽ നിന്ന് കുറച്ച് വെൽത്ത് കുറഞ്ഞു പോകുന്നത്. പക്ഷെ ആ കുറവ് അയാൾക്ക് വലിയൊരു കുറവല്ല, സിൻസ് ഹി വാസ് എ വെൽത്തി പേഴ്സൺ ഓൾറെഡി. സോ സോഷ്യൽ ലോസ് ആയിട്ട് ട്രീറ്റ് ചെയ്ത് കൂടുതൽ വെൽത്ത് ഉള്ള ഒരാള് ഇതിനെ കൂടുതൽ ബെയർ ചെയ്യണം എന്നുള്ള വിധി വന്നു. ഇനി അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ശരിയാണ്, കൂടുതൽ വെൽത്ത് ഉള്ള ഒരാള് ഇത് ബെയർ ചെയ്തോട്ടെ, കാരണം അങ്ങനെ ചെയ്താലും അയാളുടെ പൈസ അല്ലെങ്കിൽ ആ പണക്കാരന് പ്രത്യേകിച്ചൊരു നഷ്ടമൊന്നും സംഭവിക്കുന്നില്ല എന്നുള്ളത് ശരി തന്നെ. പക്ഷേ ഒരു പാർട്ട്ണർഷിപ്പ് ഫേമിനെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ വെൽത്ത് ഉള്ള ഒരാള് എന്ന് എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും? ഗാർണറാണോ മുറയാണോ കൂടുതൽ വെൽത്ത് ഉള്ളത്? പാർട്ട്ണർഷിപ്പ് ഫേമിന്റെ അല്ലെ വിക്കിൻസ് വഴി വന്ന ഒരു നഷ്ടമാണ് കൂടുതൽ വെൽത്ത് ഉള്ള ഒരാൾ ബെയർ ചെയ്യാം. പക്ഷെ ഇതിൽ ഗാർണറാണോ മുറയാണോ കൂടുതൽ വെൽത്ത് ഉള്ളത്? അതെങ്ങനെ നമ്മൾ അറിയും? അതിന് കേസിൽ വിധി വന്നത് ഇങ്ങനെയാണ്: കൂടുതൽ വെൽത്ത് ഉള്ള ആളായിരിക്കണം കൂടുതൽ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ നടത്തിയിട്ടുള്ളത്. പോയിന്റ് ക്ലിയർ ആയോ? ഒത്തിരി സമ്പാദ്യം അല്ലെ സമ്പത്ത് ഉണ്ടായിരുന്ന ഒരാളാണ് കൂടുതൽ ക്യാപിറ്റൽ ഈ ബിസിനസ്സിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ ആ ക്യാപിറ്റലിനെയാണ് നമ്മൾ വെൽത്ത് പോലെ ട്രീറ്റ് ചെയ്തത് കൊണ്ട് ലോസ് സ്പ്ലിറ്റ് ചെയ്യാൻ ആവശ്യപ്പെടുന്നത്. അതായത് വെൽത്തിന് പാർട്ട്ണർഷിപ്പ് ഫേം എന്ന് പറയുന്ന ആ ഒരു ബ്രാക്കറ്റിൽ നിന്നുകൊണ്ട് നമ്മളൊരു ഡെഫിനിഷൻ കൊടുക്കുകയാണ്. വെൽത്ത് ഇസ് നത്തിങ് ബട്ട് ദ ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ടഡ് ബൈ ഈച്ച് പാർട്ട്ണർ. അപ്പോൾ കൂടുതൽ വെൽത്ത് ഉള്ള ഒരാളായിരിക്കും കൂടുതൽ ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുക. മുറയ്ക്ക് അധികം വെൽത്തോ അല്ലെങ്കിൽ അസറ്റ്സോ ഒന്നുമില്ല, അയാളുടെ കോൺട്രിബ്യൂഷൻ ആസ് ക്യാപിറ്റൽ കുറവാണ്, പക്ഷെ അയാൾ ബിസിനസ്സിന് വേണ്ടി മാറ്റിവെച്ച അയാളുടെ സമയവും അയാളുടെ ആരോഗ്യവും ഒക്കെ വളരെ കൂടുതലാണ്. സോ വെൽത്ത് വാസ് റിലേറ്റഡ് ഓർ ലിങ്ക്ഡ് ടു ക്യാപിറ്റൽ ഇൻ ദ കേസ് ഓഫ് പാർട്ട്ണർഷിപ്പ് ഫേം. സോ ഇതാണ് കോടതിയിൽ വന്ന വിധിയുടെ ജിസ്റ്റ് എന്ന് പറയുന്നത്. ഇനി നമ്മൾക്ക് ഈ തിയറി ഒന്ന് വായിച്ചു നോക്കാം, എന്നിട്ട് we will discuss. A partner may owe some money. Sorry, this will come a page strike off. Typing error. Some money to partnership firm. This money should be paid by her to the firm.
her or him, whatever the case may be. However, in case he becomes insolvent, ഞാൻ പറഞ്ഞു becomes in the situation, he may not be in a position to pay the amount owed by him to the firm in full. The amount not so paid is a loss to the firm. അയാൾക്ക് തരാൻ പറ്റാതിരുന്ന ആ 50,000 എന്ന് പറയുന്നത് ഫേമിനെ സംബന്ധിച്ചിടത്തോളം ഒരു നഷ്ടമാണ് അല്ലേ. ഈ നഷ്ടം ആര് ബെയർ ചെയ്യണമെന്നാണ് പറയുന്നത്? ബൈ ദ സോൾവെന്റ് പാർട്ട്നേഴ്സ്. അതായത് ഇപ്പോൾ ഈ ഒരു കേസിൽ ഇമാജിൻ മുറയും ഇൻസോൾവെന്റ് ആയിരുന്നെങ്കിൽ, പക്ഷെ പൈസ കൊടുക്കാനുണ്ടായിരുന്നത് വിക്കിൻസ് മാത്രമേ ഉള്ളൂ ഫേം. നമുക്ക് മുറയോട് ചോദിക്കാൻ പറ്റുമോ? ഇല്ല, അയാളും ഇൻസോൾവെന്റ് ആണ്, അതായത് അയാളും പാപ്പരായി കഴിഞ്ഞു. അപ്പോൾ ലോജിക്കലി മനസ്സിലാക്കിയാൽ അല്ലെങ്കിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, സോൾവെന്റും അതായത് പാപ്പരല്ലാത്ത ഇരിക്കുന്ന പാർട്ട്നേഴ്സിന് മാത്രമേ ഈ നഷ്ടം നികത്താൻ പറ്റുകയുള്ളൂ. സോ ദിസ് ലോസ് ഹാസ് ടു ബി ബോൺ ബൈ ദ സോൾവെന്റ് പാർട്ട്നേഴ്സ്. ഈ ഒരു എക്സാമ്പിൾ അല്ലെ റിയൽ ലൈഫ് കേസിൽ ഗാർണർ മുറയും സോൾവെന്റ് ആണ്, വിക്കിൻസ് മാത്രമാണ് ഇൻസോൾവെന്റ്. അപ്പോൾ വിക്കിൻസ് വഴി വന്ന നഷ്ടം ബെയർ ചെയ്യേണ്ടത് സോൾവെന്റ് പാർട്ട്നേഴ്സ് ആയ ഗാർണർ ആൻഡ് മുറ. ഏത് ബേസിസ്? ഓൺ ദ ബേസിസ് ഓഫ് ദ ഫോളോയിങ് റൂൾ based on the decision given in the case of Garner versus Murray. Garner versus Murray കേസിൽ വന്ന ഡിസിഷന്റെ ബേസിലാണ് നമ്മൾ ഈ രണ്ട് റൂൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അതിൽ ആദ്യത്തെ റൂള് ഞാൻ പറഞ്ഞിട്ടില്ല. റൂള് നമ്മൾക്ക് ഈ ഒരു കേസിൽ വന്ന ഒരു വിധി തന്നെയാണ്. സോ അതാണ് ആദ്യത്തെ റൂൾ. നമുക്ക് വായിക്കാം. Solvent partners should bring in cash as per their share of loss on realization. അതായത് നമ്മൾ പറഞ്ഞു ഡിസൊല്യൂഷനിലേക്ക് പോകുമ്പോൾ നമ്മുടെ അസറ്റ്സ് ഒക്കെ വിറ്റ് ലൈബിലിറ്റി ഒക്കെ സെറ്റിൽ ചെയ്യണം എന്നല്ലേ. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ഒരു റിയലൈസേഷൻ പ്രോഫിറ്റോ ലോസോ ഉണ്ടാവാൻ സാധ്യമുണ്ട്. അൺഫോർച്ചുനേറ്റ്ലി ഇമാജിൻ റിയലൈസേഷനിലും നമുക്കൊരു നഷ്ടമാണ് വന്നതെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഗാർണർ വേഴ്സസ് മുറേ റൂളിൽ പറയുന്നതാണ്, ആ വന്ന റിയലൈസേഷൻ ലോസ് ഈ സോൾവെന്റ് പാർട്ട്നേഴ്സ് ക്യാഷ് ആയിട്ട് ആദ്യമേ കൊണ്ടുവരണം. എന്നിട്ടാണ് നമ്മൾ അടുത്ത സ്റ്റെപ്പായ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻസിലേക്ക് പോകുന്നത്. ക്ലിയർ ആയാലും? റിയലൈസേഷൻ ലോസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ലോസിന് അഗൻസ്റ്റ് ആയിട്ടുള്ള ക്യാഷ് സോൾവെന്റ് പാർട്ട്നേഴ്സ്, വിക്കിൻസിനോട് ചോദിക്കാൻ പറ്റുമോ? ഇല്ല, വിക്കിൻസ് ഇൻസോൾവെന്റ് ആയി കഴിഞ്ഞു. ഗാർണറും മുറയും ആദ്യമേ കൊണ്ടുവരണം. ഇതുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ കേട്ടോ ഷെയർ ഓഫ് ലോസ്. ഷെയർ ഓഫ് പ്രോഫിറ്റ് ആണെങ്കിലോ നമ്മൾ പ്രോഫിറ്റ് ആർക്ക് കൊടുക്കും? സോൾവെന്റ് പാർട്ട്നേഴ്സിന്. ലോസ് ആണെങ്കിൽ ആ ലോസിന് അഗൻസ്റ്റ് ആയിട്ടുള്ള ക്യാഷ് ആദ്യമേ സോൾവെന്റ് പാർട്ട്നേഴ്സ് കൊണ്ടുവരണം. രണ്ടാമത്തേതാണ് നമ്മുടെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. വെൽത്ത് ബേസ് ചെയ്തിട്ട് ഈ സോഷ്യൽ ലോസിനെ കവർ ചെയ്യണമെന്ന് നമ്മൾ പറഞ്ഞ ആ പോയിന്റ്. ആദ്യത്തെ പോയിന്റ് ഇതിനോടൊപ്പം ഗാർണർ വേഴ്സസ് മുറേ റൂളിൽ കേസിൽ വന്ന ഒരു റൂളാണ്. സോ second point, the loss on account of insolvency of a partner should then be borne by the solvent partners. അതായത് ഇൻസോൾവെന്റ് ആയ ആള് വഴി വന്ന ഒരു ലോസ് ഉണ്ടെങ്കിൽ ആ ലോസ് ബെയർ ചെയ്യുന്നത് സോൾവെന്റ് പാർട്ട്നേഴ്സ് ഇൻ ദ റേഷ്യോ ഓഫ് ദെയർ ക്യാപിറ്റൽസ്. അതായത് ക്യാപിറ്റലിന്റെ, ഞാൻ പറഞ്ഞില്ലേ വെൽത്ത് ആണ് കേസിന്റെ വിധി വന്നപ്പോൾ അവർ പറഞ്ഞത്, പാർട്ട്ണർഷിപ്പ് ഫേമിന്റെ പരിധിയിൽ നിന്നുകൊണ്ട് ആ വെൽത്തിനെ നമ്മൾ ക്യാപിറ്റലുമായിട്ടാണ് ലിങ്ക് ചെയ്യുന്നത്. വേറൊരു രീതിയിലും ഇയാൾ വെൽത്തി ആണോ അല്ലയോ നമ്മൾക്ക് അസസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പാർട്ട്ണർഷിപ്പ് ഫേമിൽ വെൽത്തി ആണോ അല്ലയോ എന്ന് അസസ് ചെയ്യാൻ അവർ കണ്ടുപിടിച്ച മാർഗമാണ് ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ. സോ therefore in the ratio of their capitals after bringing in cash such loss on realization. അതായത് ക്യാപിറ്റൽ എന്തെങ്കിലും റിയലൈസേഷൻ ലോസ് ഉണ്ട്, ആ ലോസ് ക്യാഷ് ആയിട്ട് കൊണ്ടുവന്ന് കഴിഞ്ഞ് സോൾവെന്റ് പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ റേഷ്യോയിൽ ഈ സോഷ്യൽ ലോസിനെ നമ്മൾക്ക് അല്ലെങ്കിൽ ഇൻസോൾവെന്റ് ആയ ആളുടെ ലോസിനെ കവർ ചെയ്യാം എന്നാണ് ഗാർണർ വേഴ്സസ് മുറേ റൂൾ. ഇതിനെ ബാക്കി വായിക്കാം. In order to calculate the above ratio of capital for this purpose, ക്യാപിറ്റൽ ആണ് എടുക്കേണ്ടതെന്ന് പറഞ്ഞു അല്ലെ, ക്യാപിറ്റൽ റേഷ്യോയിലാണ് സ്പ്ലിറ്റ് ചെയ്യേണ്ടത്. പക്ഷേ അതിനാദ്യം നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് ഇവർ ഫോളോ ചെയ്യുന്ന ക്യാപിറ്റൽ മെത്തേഡ് ഫിക്സഡ് ക്യാപിറ്റൽ ആർ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ. ഫിക്സഡ് ക്യാപിറ്റൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു, അതിൻ്റെ അർത്ഥം ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറഞ്ഞൊരു അക്കൗണ്ട് കാണും, കറണ്ട് അക്കൗണ്ടും കാണും.
അപ്പോൾ ഫിക്സഡ് ക്യാപിറ്റൽ അക്കൗണ്ട് ഫോളോ ചെയ്യുന്ന ആളാണെങ്കിൽ അഡ്ജസ്റ്റ്മെന്റ്സ് ഒന്നും എടുക്കേണ്ട കാര്യമില്ല. ഫിക്സഡ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ എന്താണോ റേഷ്യോ ഉള്ളത് ആ റേഷ്യോ അങ്ങനെ തന്നെ എടുത്ത് ഈ 50,000 ലോസിനെ സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കാം. പക്ഷേ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ ഫോളോ ചെയ്യുന്ന ഒരാളാണെങ്കിൽ റേഷ്യോ ഷുഡ് ബി കാൽക്കുലേറ്റഡ് on the basis of correct capital immediately before dissolution. Dissolution നടക്കുന്നതിന് തൊട്ട് മുൻപുള്ള ക്യാപിറ്റൽ റേഷ്യോ എന്താണോ അതിലായിരിക്കണം ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് ആണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ ഈ സോഷ്യൽ ലോസിനെ കവർ ചെയ്യും. അപ്പം ഇമ്മീഡിയറ്റ്ലി ബിഫോർ ഡിസൊല്യൂഷൻ എന്ന് വെച്ചാൽ ഡിസൊല്യൂഷന് തൊട്ട് മുന്നേ, അതായത് റിയലൈസേഷനിലേക്കെല്ലാം പാസ് ചെയ്ത് ഡിസ്പോസ് ഓഫ് ചെയ്യുന്നതിന് തൊട്ട് മുന്നേ നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യും അല്ലേ. ആ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റിലേക്കും ഡെബിറ്റിലേക്കും വരുന്ന എൻട്രീസ് എല്ലാത്തിൻ്റെയും കൂടെ സമ്മ് എടുത്തിട്ട് ആ റേഷ്യോ വെച്ചിട്ട് സ്പ്ലിറ്റ് ചെയ്യണം. ഇനി അത് ഏതൊക്കെയായിരിക്കും? ഓപ്പണിംഗ് ക്യാപിറ്റൽ കാണും, ഏതെങ്കിലും റിസർവ്സ് ആൻഡ് സർപ്ലസ്, അത് ബോത്ത് റിസർവ്സും കാണാം, നെഗറ്റീവ് അല്ലെങ്കിൽ ലോസ് അക്യുമുലേറ്റഡ് ലോസ് വേണമെങ്കിൽ എന്താണോ ആ ഡിസൊല്യൂഷന് തൊട്ട് മുന്നേ വരെയുള്ളത് അഡ്ജസ്റ്റ്മെന്റ്സ് എല്ലാം റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ക്യാപിറ്റലിന്റെ റേഷ്യോയിൽ വേണം ഈ സോഷ്യൽ ലോസിനെ കവർ ചെയ്യാൻ എന്നാണ് പറയുന്നത്. സോ ഗാർണർ വേഴ്സസ് മൊറേ റൂൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇൻസോൾവെന്റ് ആയുള്ള ഒരു പാർട്ട്ണർ അൺഫോർച്ചുനേറ്റ്ലി ഹാഡ് ഓവർഡ്രോൺ ഹിസ് capital position, and since he became insolvent he couldn't bring back that overdrawn capital. അപ്പോൾ ആ തിരിച്ചു കൊണ്ടുവരാൻ പറ്റാത്ത ക്യാപിറ്റൽ ഇസ് എ ലോസ് ടു ദ ഫേം. ഈ ലോസ് ആര് നികത്തണമെന്നാണ് ഗാർണർ വേഴ്സസ് മൊറേ റൂളിൽ പറയുന്നത്? സോൾവെന്റ് ആയിട്ടുള്ള പാർട്ട്നേഴ്സ് നികത്തണം. ഏത് റേഷ്യോ? പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ അല്ല ഒരിക്കലും. കാരണം പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ അപ്ലൈ ചെയ്യേണ്ടത് ബിസിനസ് ചെയ്തത് വഴി ഏതെങ്കിലും നഷ്ടമോ ലാഭമോ വരുമ്പോഴാണ്. ഈ ഇൻസോൾവെന്റ് ആയിട്ടുള്ള ആളുടെ ലോസ് ഒരിക്കലും ബിസിനസ് ചെയ്ത് വന്നതല്ല, അതൊരു സോഷ്യൽ അല്ലെ ക്യാപിറ്റൽ ലോസ് ആണ്. സോ therefore അത് ബെയർ ചെയ്യേണ്ടതും സോൾവെന്റ് പാർട്ട്നേഴ്സ് ഇൻ ദ റേഷ്യോ ഓഫ് ദർ വെൽത്ത് പൊസിഷൻ. ആ വെൽത്തിനെ പാർട്ട്ണർഷിപ്പ് ഫേമിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്നതാണ് അവർ കൊണ്ടുവന്ന ക്യാപിറ്റൽ കോൺട്രിബ്യൂഷന്റെ ബേസിൽ. ഇനി ആ ക്യാപിറ്റലിനെ എന്തെന്ന് വിളിക്കാം, അല്ലെങ്കിൽ ആ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷന്റെ റേഷ്യോ എങ്ങനെ കണ്ടുപിടിക്കാം? ഫ്ലക്ച്വേറ്റിംഗ് ആണോ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് ആണോ ഫോളോ ചെയ്യുന്നത് നോക്കുക. ഫിക്സഡ് ക്യാപിറ്റൽ അക്കൗണ്ട് ഫോളോ ചെയ്യുന്ന ഒരാൾക്ക് രണ്ട് ലെഡ്ജേഴ്സ് കാണും ക്യാപിറ്റലിന് വേണ്ടി, ക്യാപിറ്റൽ അക്കൗണ്ടും കറണ്ട് അക്കൗണ്ടും. അങ്ങനെ ഫോളോ ചെയ്യുന്ന ആളുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ മാത്രം ഉള്ള എമൗണ്ടിന്റെ റേഷ്യോ വെച്ചിട്ടായിരിക്കണം സോഷ്യൽ ലോസ് കവർ ചെയ്യേണ്ടത്. ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് ഫോളോ ചെയ്യുന്ന ഒരാളാണെങ്കിൽ ക്യാപിറ്റലിന്റെ ഓപ്പണിംഗ് ബാലൻസും എടുക്കണം, ഡിസൊല്യൂഷന് തൊട്ട് മുന്നേ ആ ലെഡ്ജറിലേക്ക് വന്ന് റിസർവ്സ് ആൻഡ് സർപ്ലസിന്റെ അഡ്ജസ്റ്റ്മെന്റും എടുത്തിട്ട് വേണം റേഷ്യോയിലേക്ക് അറിയാൻ. ഇതാണ് ഗാർണർ വേഴ്സസ് മൊറേ റൂൾ. അതിൽ ഒരു പോയിന്റ് അഡീഷണലി പറയുന്നത് റിയലൈസേഷൻ ലോസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ലോസും കൂടെ സോൾവെന്റ് പാർട്ട്നേഴ്സ് ക്യാഷ് ആയിട്ട് കൊണ്ടുവരണം എന്നാണ്. അതാണ് ആദ്യത്തെ സ്റ്റെപ്പായിട്ട് പറയുന്നത്. അത് കഴിഞ്ഞിട്ടാണ് ഇൻസോൾവൻസി ലോസിനെ കവർ ചെയ്യുന്ന സ്റ്റെപ്പ് പറയുന്നത്. സോ ഈ ഓർഡർ ഒന്ന് ഓർത്തിരിക്കുക. And then what are the situations in which this rule will not be applied? അതായത് ഈ ക്യാപിറ്റൽ ലോസിനെ അല്ലെ സോഷ്യൽ ലോസിനെ വെൽത്തിന്റെ ബേസിൽ സ്പ്ലിറ്റ് ചെയ്യണ്ട എന്ന് വരുന്ന സ്ഥിതി എപ്പോഴൊക്കെയാണ്? അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർക്കേണ്ടത് സോൾവെന്റ് പാർട്ട്ണർ ആണ്, പക്ഷേ അയാളുടെ അക്കൗണ്ടിലെ ക്യാപിറ്റൽ ബാലൻസിന് ഡെബിറ്റ് ആണ് ബാലൻസ് എങ്കിൽ അയാൾ ഓട്ടോമാറ്റിക്കലി ഗാർണർ വേഴ്സസ് മൊറേ റൂളിൽ നിന്ന് എസ്കേപ്പ് ആവും. ഒന്നും കൂടെ പറയാം. ഈ സോഷ്യൽ ലോസ് ആരൊക്കെ ബെയർ ചെയ്യണമെന്നാണ് റൂളിൽ പറഞ്ഞിരിക്കുന്നത്? സോൾവെന്റ് പാർട്ട്നേഴ്സ് അല്ലേ. ഇനി അതിനൊരു എക്സ്പ്ലനേഷൻ കൊടുത്തിരിക്കുകയാണ്. എല്ലാ സോൾവെന്റ് പാർട്ട്നേഴ്സും ഈ റൂള് പ്രകാരം കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, അല്ലെ ബെയർ ചെയ്യേണ്ട കാര്യമില്ല നഷ്ടം. പകരം ഏതൊക്കെ പാർട്ട്നേഴ്സ് ബെയർ ചെയ്താൽ മതി? സോൾവെന്റ് പാർട്ട്നേഴ്സ് ഹാവിംഗ് ക്രെഡിറ്റ് ബാലൻസ് ആൻഡ് ക്യാപിറ്റൽ. ഏതെങ്കിലും ഒരു പാർട്ട്ണറിന് ഡെബിറ്റ് ബാലൻസ് ആണ്. ഇവിടെ ഈ എക്സാമ്പിൾ ഈ കേസിനെ എടുത്തുകൊള്ളുക. ഗാർണർ വേഴ്സസ് മൊറേ, രണ്ടുപേരും സോൾവെന്റ് ആണോ? അതെ, പാപ്പരല്ല. രണ്ടുപേർക്കും കുറച്ചെങ്കിലും പേഴ്സണൽ അസറ്റ്സും കുറച്ചെങ്കിലും ആസ്തിയുണ്ട്. പക്ഷേ ഇവരാണ് ബെയർ ചെയ്യേണ്ടതെന്നാണ് റൂൾ ആദ്യത്തെ നോട്ടത്തിൽ നമുക്ക് മനസ്സിലാകുന്നത്. എന്നാൽ അതിൻ്റെ കൂടെ സബ് പോയിന്റ് വരുന്നുണ്ട്.
സോൾവെന്റ് പാർട്ട്നേഴ്സ് മാത്രമായാൽ പോരാ, അയാളുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഡെബിറ്റ് ബാലൻസ് ആവാനും പാടില്ല. സോ ട്രാൻസാക്ഷൻസ് ഒക്കെ റെക്കോർഡ് ചെയ്യുമ്പോൾ അൺഫോർച്ചുനേറ്റ്ലി മുറയുടെ ബാലൻസ് ക്യാപിറ്റൽ ഡെബിറ്റ് ആയിരുന്നെങ്കിൽ മുറയും ഗാർണർ വേഴ്സസ് മുറെ റൂള് ഫോളോ ചെയ്യേണ്ട കാര്യമില്ല എന്ന് വന്നേനെ. സോ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് a solvent partner has a debit balance in capital account. He will escape the liability to bear loss. രണ്ടാമത്തേത് രണ്ട് പാർട്ട്നേഴ്സ് മാത്രമുള്ള ഒരു ഫേം ആണെന്ന് വെക്കുക. അതിൽ ഒരാളാണ് ഇൻസോൾവെന്റ് ആവുന്നത്. അപ്പോൾ മറ്റേയാൾ ഓട്ടോമാറ്റിക്കലി ലോസ് മുഴുവൻ ബെയർ ചെയ്യേണ്ടി വരും. അവിടെ ഗാർണർ വേഴ്സസ് മുറെ റൂള് അപ്ലൈ ചെയ്യേണ്ട സാഹചര്യം വരുന്നില്ല. കാരണം മുഴുവനും ബെയർ ചെയ്യാൻ ഒരൊറ്റ സോൾവെന്റ് പാർട്ട്ണറേ ഉള്ളൂ അല്ലേ. അപ്പോൾ നോൺ ആപ്ലിക്കബിലിറ്റി ഓഫ് ഗാർണർ വേഴ്സസ് മുറെ റൂള് നടക്കണമെങ്കിൽ മിനിമം 2 സോൾവെന്റ് പാർട്ട്നേഴ്സ് എങ്കിലും വേണ്ടി വരും. പിന്നെ മൂന്നാമത്തെ സിറ്റുവേഷൻ, ഇങ്ങനെ ഒരു ഇൻസോൾവൻസി ലോസ് വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഷെയർ ചെയ്യണമെന്നുള്ളതിന് ഓൾറെഡി ഒരു എഗ്രിമെന്റ് ഉണ്ടായിരുന്നു പാർട്ട്നേഴ്സ് തമ്മിൽ. എങ്കിൽ ആ എഗ്രിമെന്റ് പ്രകാരം റിട്ടേൺ ആയിട്ടുണ്ടായിരുന്നെങ്കിൽ ആ എഗ്രിമെന്റ് പ്രകാരമായിരിക്കും ഈ സോഷ്യൽ ലോസിനെ ബെയർ ചെയ്യുന്നത്. ഇനി നാലാമത്തെ സിറ്റുവേഷൻ, ഒരു പാർട്ട്ണർഷിപ്പ് ഫേമിലെ എല്ലാവരും ഇൻസോൾവെന്റ് ആയി കഴിഞ്ഞാലും ദിസ് റൂൾ ഇസ് നോട്ട് ആപ്ലിക്കബിൾ. So 4 situations: a solvent partner having debit balance, second, a partnership firm having only 2 members out of which one is an insolvent person. മൂന്നാമത്തേത്, ഓൾറെഡി ഇങ്ങനെ ഒരു ഇൻസോൾവൻസി ലോസ് വന്നു കഴിഞ്ഞാൽ എങ്ങനെ വേണം ഷെയർ ചെയ്യണമെന്ന് എഗ്രിമെന്റ് എക്സിസ്റ്റിംഗ് ആയിട്ട് ഉണ്ടായിരുന്ന ഒരു സാഹചര്യം. നാലാമത്തേത്, ഒരു പാർട്ട്ണർഷിപ്പ് ഫേമിലെ എല്ലാവരും ഇൻസോൾവെന്റ് ആയിരുന്നു. ഈ 4 സാഹചര്യം വന്നാലും ഗാർണർ വേഴ്സസ് മുറെ റൂള് ഫോളോ ചെയ്യേണ്ട കാര്യം ഇല്ല. ഇനി അത് കഴിഞ്ഞ് നമ്മൾ ആ തിയറിറ്റിക്കലി പറഞ്ഞത്, കുറച്ച് സിസ്റ്റം സ്റ്റക്കാണ്, അതുകൊണ്ടാണ്. ഈ ഒരു പോയിന്റ് നമ്മൾ പറഞ്ഞ ഫിക്സഡ് ആൻഡ് ക്യാപിറ്റലിലെ ഒരു പിക്ചോറിയൽ റെപ്രസെന്റേഷൻ ഒക്കെ ഇവിടെ തന്നു എന്നുള്ളതേ ഉള്ളൂ. സോ യു ക്യാൻ ടേക്ക് ഡൗൺ ദിസ് ആസ് വെൽ. Insolvent partners' deficit capital is a capital loss or social loss which should not be borne by the solvent partners in the PSRS profit sharing ratio, as this loss did not arise from business activities. Capital ratio to be applied on insolvency loss എങ്ങനെ കണ്ടുപിടിക്കണം? അതിൽ 2 ക്യാപിറ്റൽ മെത്തേഡ്സ് ഉണ്ട്, ഫിക്സഡും ഫ്ലക്ച്വേറ്റിംഗ്. ഫ്ലക്ച്വേറ്റിംഗ് ആണെങ്കിൽ ഒറ്റൊരു അക്കൗണ്ട് മാത്രമായിരിക്കും ഉണ്ടാകുക, ക്യാപിറ്റൽ അക്കൗണ്ട്. അപ്പോൾ എങ്ങനെയാണ് റേഷ്യോ കണ്ടുപിടിക്കുന്നത്? ക്യാപിറ്റൽ അക്കൗണ്ടിന് ബാലൻസ് ഷീറ്റ് ഡേറ്റിലുള്ള ബാലൻസ് വിത്ത് ആൻ അഡ്ജസ്റ്റ്മെന്റ് ഓഫ് റിസർവ്സ് ആൻഡ് സർപ്ലസ് എക്സിസ്റ്റിംഗ് ഓൺ ഡേറ്റ് ഓഫ് നമ്മൾ പറഞ്ഞ പോയിന്റ് തന്നെ വീണ്ടും എഴുതിയിരിക്കുന്നതാണ്. ഫിക്സഡ് ക്യാപിറ്റൽ ആണെങ്കിൽ 2 അക്കൗണ്ട് ഫോളോ ചെയ്യുന്നതായിരിക്കും ക്യാപിറ്റലും കറണ്ടും. അതിൽ ക്യാപിറ്റൽ അക്കൗണ്ടിന്റെ മാത്രം ബാലൻസ് എടുക്കുക, എന്നിട്ട് അതായിരിക്കണം റേഷ്യോ ആക്കി ഫിക്സ് ചെയ്യേണ്ടത്. സോ ഐ ഹോപ്പ് ഗാർണർ വേഴ്സസ് മുറെ റൂള് നിങ്ങൾക്ക് മനസ്സിലാകുന്നത്. ഇനി ഈ ഹിസ്റ്ററി ഒന്നും 1900s ഗാർണർ മുറെ വിക്കിൻസിന്റെ ഹിസ്റ്ററി ഒന്നും നിങ്ങൾ അറിയണമെന്നില്ല. ഈ കേസിൽ വന്ന റൂളാണ് ഈ 2 ആൻഡ് ദെൻ നോൺ ആപ്ലിക്കബിലിറ്റി ഒക്കെ എപ്പോഴാണ് വരുന്നത്. ഇത്രയും കാര്യങ്ങൾ, ഈ 2 പോയിന്റ്സും അതിനോടനുബന്ധിച്ചുള്ള നോൺ ആപ്ലിക്കബിലിറ്റി സിറ്റുവേഷൻസ് ഒക്കെ നല്ലപോലെ മനസ്സിലാക്കി വെച്ചാൽ മതി. പ്രോബ്ലംസ് ആർ വെരി ഈസി to work out. Yeah? So let us, without any delay, take a question. Question number 8. PQRNS had been carrying on business in partnership, sharing profits and losses in the ratio 4:3:2:1. They decide to dissolve the partnership on the basis of following balance sheet as on 30th April 2011. Capital accounts peaking Q ന് മാത്രം ക്രെഡിറ്റ് ആണ്, R നും S നും ഓവർഡ്രാൻ പൊസിഷൻ ആണ്. സോ ഡെബിറ്റ് ബാലൻസ്. Capital reserve, general reserve, sundry creditors, mortgage loan, assets and the assets were realized as under. Expenses of dissolution amounted to 7,800. Further creditors of 18,000 had to be met. R became insolvent and nothing was realized from his private estate. Applying the principles laid down in Garner versus Murray, prepare realization account, partners capital account and cash. ഇനി ഇങ്ങനെ ഒരു പോയിന്റ് എപ്പോഴും ഗാർണർ വേഴ്സസ് മുറെ റൂൾ അപ്ലൈ ചെയ്യണമെന്ന് പറഞ്ഞൊരു പോയിന്റ് തരണമെന്നൊന്നുമില്ല.
ഈ ഒരു സെൻറ്റൻസ് ആർ ബിക്കം ഇൻസോൾവെൻറ്റ് അത് തന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് ഓട്ടോമാറ്റിക്കലി ചെക്ക് ചെയ്യാൻ പറ്റണം ഗാർണർ വേഴ്സസ് മുറർ അപ്ലൈ ചെയ്യേണ്ട സിറ്റുവേഷൻ. അതായത് ആറിന് എന്തെങ്കിലും ക്യാപിറ്റൽ ലോസ് ഉണ്ടോ, ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഗാർണർ വേഴ്സസ് മുറർ റൂൾ ഫോളോ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ബുക്ക് ക്ലോസ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ലെറ്റ് us take a first step, dismantling balance sheet. To assets എല്ലാം റിയലൈസേഷനിലേക്ക് കൊണ്ടുവരാൻ. ടു ലാൻഡ് ആൻഡ് ബിൽഡിംഗ് 2,46,000. To furnitures and fixtures 65,000. To stock 1 lakh. To debtors 72,500. ക്യാഷ് അങ്ങോട്ട് കൊണ്ടുവരേണ്ട കാര്യമില്ല, സെപ്പറേറ്റ് അക്കൗണ്ട്. ഇവിടെ ഏതൊക്കെ അക്കൗണ്ട് തുടങ്ങണമെന്ന് പറഞ്ഞിട്ടുണ്ട്, ഇല്ലെങ്കിൽ കൂടി ഇത് തന്നെയാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. ക്രെഡിറ്റേഴ്സിൽ സൺട്രി ക്രെഡിറ്റേഴ്സും ഉണ്ട്, മോർഗേജ് ലോണും ഉണ്ട്. ബൈ സൺട്രി ക്രെഡിറ്റേഴ്സ് 36,000 and by loan 1,10,000. So assets എല്ലാം നമ്മൾ ക്ലോസ് ചെയ്തത്. This one, all these are now closed. Now remaining ആയിട്ടുള്ളത് ക്യാപിറ്റൽ, ക്യാഷ് ആൻഡ് ക്യാപിറ്റലിനോടനുബന്ധിച്ചുള്ള റിസർവ്സ് ഒക്കെയാണ് അല്ലേ. സോ ക്യാഷ് ഇൻ ഹാൻഡ് 15,500 ഡെബിറ്റ് ബാലൻസ് പറയുന്നു. ടു ബാലൻസ് ബ്രോട്ട് ഡൗൺ 15,500. ക്യാപിറ്റൽ യു ഹാവ് ക്രെഡിറ്റ് ആൻഡ് ഡെബിറ്റ്. ക്യാപിറ്റലിലെ പിക്കും ക്യൂനും 1,68,000 and 1,08,000 by നിങ്ങളുടെ കയ്യിലുള്ള മെറ്റീരിയൽ നോക്കിക്കൊള്ളുക. ഐ വിൽ ഓൾസോ ബി റീഡിങ് ഫ്രം ദ മെറ്റീരിയൽ അമൗണ്ട്സ്. ഓപ്പണിംഗ് ബാലൻസ് ആറിനും എസിനും ഡെബിറ്റ് സൈഡിലുള്ളത് 25,000 and 18,000. 25 and 18. ഇനി അപ്പോൾ ഈ അക്കൗണ്ട്സ് ഒക്കെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്തു അല്ലേ. ഇനി ട്രാൻസ്ഫർ ചെയ്യാതെ ബാലൻസ് ഷീറ്റിൽ ഏതൊക്കെ ഐറ്റമാണ്? ക്യാപിറ്റൽ ആൻഡ് ജനറൽ റിസർവ്. അത് ഇത്രയും നാളുമാണ് നമ്മൾ ക്യാപിറ്റൽ റിസർവ്, ജനറൽ റിസർവ് എന്ന് പറഞ്ഞ് മാറ്റി വെച്ചത്. ബിസിനസ് കണ്ടിന്യൂ ചെയ്യാൻ പോകുന്നില്ലെങ്കിൽ ഇതൊക്കെ ആർക്ക് കിട്ടേണ്ടതാണ്? പാർട്ട്നേഴ്സിന് കിട്ടേണ്ട ക്യാപിറ്റലാണ്. സോ ട്രാൻസ്ഫർ ദോസ് ആസ് വെൽ. 95,000 and 25,000 by general reserve 95,000 and capital reserve 25,000. So in 4:3:2:1 ആണ് ratio. 4, 3, 2, 1. Divided by 33,000. 28,500, 19,000 and 9,500. Need 25,000 divide it. 2,500, 5,000, 7,500 and 10,000. So balance sheet dismantling കഴിഞ്ഞു. അടുത്തത് എന്താണ്? അടുത്ത സ്റ്റെപ്പ് ഇൻ ഡിസൊല്യൂഷൻ, ഡിസ്പോസിങ് ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ്. അതിന് ഇവിടെ നമുക്ക് അസറ്റ്സ് റിയലൈസ് ചെയ്യുന്ന എത്രയാണെന്ന് തന്നിട്ടുണ്ട്. So entry will be in cash account to realization. Land and building 2,30,000. Furniture and fixtures 42,000. Stock 72,000. And debtors 65,000.
So total is 4,09,000. ഇതിനെ എങ്ങോട്ടേക്ക് പോസ്റ്റ് ചെയ്യണം? റിയലൈസേഷൻ്റെ ക്രെഡിറ്റ് സൈഡിലേക്ക് ബൈ ക്യാഷ് എന്ന് പറഞ്ഞ് assets realized 4,09,000. So assets realized റെക്കോർഡ് ചെയ്തു. ഇനി ലയബിലിറ്റീസ് പേ ഓഫ് ചെയ്യുന്നതാണ് നമ്മൾക്ക് നോക്കേണ്ടത് അല്ലേ? ഇനി ലയബിലിറ്റീസിനെ കുറിച്ച് പ്രത്യേകിച്ച് എന്തെങ്കിലും പറയുന്നുണ്ടോ? ഫർദർ ക്രെഡിറ്റ്. ഓക്കെ, എക്സ്പെൻസസ് ഓഫ് ഡിസൊല്യൂഷൻ പറയുന്നുണ്ട്. സോ ഫസ്റ്റ് നമ്മൾ ആ ഓർഡറിൽ പറഞ്ഞു. ഈ ഓർഡറിനെ കുറിച്ച് വീണ്ടും നമ്മൾ തൊട്ടടുത്ത് തന്നെ പഠിക്കാൻ പോവുകയാണ്. പക്ഷെ അതർവൈസ് ഓൾസോ ഐ ഹാഡ് ഓൾറെഡി എക്സ്പ്ലെയിൻഡ് ലയബിലിറ്റി പേ ഓഫ് ചെയ്യുന്ന ഓർഡർ ഉണ്ട്. ആദ്യമേ എക്സ്പെൻസസ് ഓഫ് ഡിസൊല്യൂഷൻ ആണ് മീറ്റ് ചെയ്യേണ്ടത്, എന്നിട്ട് വേണം ലയബിലിറ്റീസ് പേ ഓഫ് ചെയ്ത് തുടങ്ങാൻ. അപ്പോൾ എക്സ്പെൻസസ് ഓഫ് ഡിസൊല്യൂഷൻ ഇത്ര പറയുന്നുണ്ട്. ഓവർ ആൻഡ് അബവ് ഓൾറെഡി എക്സിസ്റ്റിംഗ് ലയബിലിറ്റി. അപ്പോൾ 18,000 ആദ്യം കൊടുക്കണം, 7,500 ആദ്യം കൊടുക്കണം. പിന്നെ ഫർദർ ക്രെഡിറ്റേഴ്സ് ഓഫ് 18,000 ഹാഡ് ടു ബി മെഡ്. ബുക്സിൽ 36,000 ഉള്ളായിരുന്നു, പക്ഷേ അതിന് പുറമെ ഒരു 18,000 കൂടെ നമുക്ക് കൊടുക്കാനുണ്ടായിരുന്നു. ബുക്സിൽ വരാത്തതാണ്, പക്ഷെ ദാറ്റ് ഈസ് ഫൈൻ. ബുക്സിൽ ഇല്ലാന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ പേ ചെയ്യുമ്പോൾ നമ്മൾ കൂടുതൽ പേ ചെയ്തു എന്നുള്ള രീതിയിലായിരിക്കും നമ്മൾ എൻട്രി എഴുതാൻ പോകുന്നത്. ഇനി മോർഗേജ് ലോണിനെ കുറിച്ച് ഒന്നും പറയുന്നില്ല, വിച്ച് മീൻസ് നമ്മൾ ഇത് മുഴുവൻ ആക്ച്വൽ എമൗണ്ടിന് തന്നെ സെറ്റിൽ ചെയ്യുന്നു. സോ എൻട്രി ഇൻ ക്യാഷ് അക്കൗണ്ട് ബൈ റിയലൈസേഷൻ. എക്സ്പെൻസസ് 7,800. ക്രെഡിറ്റേഴ്സ് ഓൾറെഡി ഉണ്ടായിരുന്നത് 36 plus 18,000 വിച്ച് ഇസ് 54,000. 54,000 ഇതിന് വേണമെങ്കിൽ നിങ്ങൾക്ക് ബ്രാക്കറ്റിൽ എഴുതി വെച്ചേക്കാം. 36,000 plus 18,000. Then mortgage loan 1,10,000. So ഇത്രയും ചേർത്താണ് നമ്മൾ എക്സ്പെൻസും ലയബിലിറ്റിയും പേ ഓഫ് ആണ്. 1,71,800. Immediately post that in realization account to cash എന്ന് പറഞ്ഞ് assets, liabilities and expenses. വീണ്ടും സ്പ്ലിറ്റ് എഴുതണമെങ്കിൽ എഴുതാം. I'm right now not recording it. 1,71,800. So liabilitieസും പേ ഓഫ് ചെയ്ത് കഴിഞ്ഞു. ഇനി എന്താണ് അടുത്ത സ്റ്റെപ്പ്? നമ്മുടെ 5 സ്റ്റെപ്സിൽ ഉണ്ടായിരുന്നത് ടേക്ക് ഓവർ ഓഫ് എനി അസറ്റ് ആൻഡ് ലയബിലിറ്റി ബൈ പാർട്ട്നേഴ്സ്. അങ്ങനെ ഒരു സെനാരിയോ ഇവിടെ ഇല്ല. സോ ആ തേർഡ് സ്റ്റെപ്പ് നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ട കാര്യമില്ല. നാലാമത്തെ സ്റ്റെപ്പ് എന്തായിരുന്നു? ലയബിലിറ്റി ഓഫ് റിയലൈസേഷൻ പ്രോഫിറ്റ് ഓർ ലോസ് ആണോ എന്ന് കണ്ടുപിടിക്കുക. ആൻഡ് ദാറ്റ് ഹാഡ് ടു ബി പാസ്ഡ് ഓൺ ടു ദ പാർട്ട്നേഴ്സ്. അപ്പോൾ റിയലൈസേഷൻ അക്കൗണ്ട് ക്ലോസ് ചെയ്യണം. അതിന് ലയബിലിറ്റി ആണോ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. Looks like a loss of debit side ആണ് കൂടുതൽ, which means you have a realization loss. അത് എങ്ങോട്ടേക്ക് പോകണം? പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ട്. PQRNS. What ratio? Specifically ഒന്നും പറയില്ല. 4:3:2:1. And amount was 1,300,000 ആണ് ടോട്ടൽ ലോസ് എന്ന് പറയുന്നത് ബാലൻസിങ് ഫിഗർ ആയിട്ട് നമ്മൾക്ക് കിട്ടിയിരിക്കുന്നത്. So how much do you split and give to each partner? 6,300. So 1,300,000 മൂന്നാല് പാർട്ട്നേഴ്സിന് റേഷ്യോ ആയിട്ട് നമ്മൾ കൊടുക്കണം. S should get 10,030, R 20,060, Q 30,090 and P 40,120. Yeah. $1,300,000 ഇമ്മീഡിയറ്റ്ലി എങ്ങോട്ടേക്ക് പോസ്റ്റ് ചെയ്യണം?
ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡ് ആണ് ലോസ് അല്ലേ. സോ ടു റിയലൈസേഷൻ പറഞ്ഞ് ബ്രാക്കറ്റിൽ നിങ്ങൾ എഴുതി കൊടുക്കുക ലോസ് ആണ് എന്നത്. എന്നിട്ട് എമൗണ്ട്സ് ട്രാൻസ്ഫർ ചെയ്താണ്. 40,000 120, 30,000 90, 20,000 60 and 10,000 30. Yeah, so realization transfer of profit or loss സംഭവിച്ചിരിക്കുന്നത് ഈ അക്കൗണ്ട് ക്ലോസ് ആയി. ഇനി ഓപ്പൺ ആയിട്ടുള്ള ഏതൊക്കെ അക്കൗണ്ട്സ് ആണ്? ക്യാഷ് അക്കൗണ്ട്, പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. എന്നാൽ അടുത്ത സെന്റൻസ് ക്വസ്റ്റ്യനിൽ വായിച്ചോളുക. നമ്മളെല്ലാം റെക്കോർഡ് ചെയ്തു. തേർഡ് പോയിന്റ് ഓടിക്കുക അല്ലേ. ആർ became insolvent and nothing was realized from his private estate. അപ്പോൾ ആർ എന്ന് പറയുന്ന പാർട്ട്ണർ ഇൻസോൾവെന്റ് ആയി. അപ്പോൾ ഇൻസോൾവെന്റ് ആയ പാർട്ട്ണറിന് എന്തെങ്കിലും ഇൻസോൾവൻസി ലോസ്, സോഷ്യലിലെ ക്യാപിറ്റൽ ലോസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ഉണ്ടോ ലോസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ഉണ്ടോ? ഇവിടെ നോക്കിയാൽ അറിയാം ആറിന് ഡെബിറ്റ് സൈഡ് എത്രയുണ്ട്? റിയലൈസേഷൻ ലോസ് 25,000 20,000. ക്രെഡിറ്റിൽ അവർക്ക് എത്രയേ ഉള്ളൂ? 19,000 5,000, which means R is still having a debit balance in his capital. അപ്പോൾ അതിൻ്റെ അർത്ഥം ഒരു ക്യാപിറ്റൽ ലോസ് അറൈസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ക്യാപിറ്റൽ ലോസ് അറൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏത് റൂൾ അപ്ലൈ ചെയ്യണം? ഗാർണർ വേഴ്സസ് മുറെ. അത് ക്വസ്റ്റ്യനിൽ പറഞ്ഞാലും സ്പെസിഫിക്കലി പറഞ്ഞില്ലെങ്കിൽ നമ്മൾ ഫോളോ ചെയ്തിരിക്കണം. ഇനി ഗാർണർ വേഴ്സസ് മുറെ റൂളിൽ നമ്മൾ പറഞ്ഞു 2 സ്റ്റെപ്പിലാണ് ഗാർണർ വേഴ്സസ് മുറെ റൂൾ നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുന്നത് ഇൻ പ്രോബ്ലം. ആ റൂൾസ് ആണ് ഡിസിഷൻ വഴി പറഞ്ഞത്. ആദ്യത്തെ പോയിന്റ്, the solvent partners should bring in cash as per their share of loss on realization. ആദ്യം പറഞ്ഞിരിക്കുന്നത് റിയലൈസേഷനിൽ ഏതെങ്കിലും ലോസോ പ്രോഫിറ്റോ ഉണ്ടെങ്കിൽ ലോസ് ഉള്ള സാഹചര്യങ്ങളിൽ സോൾവെന്റ് പാർട്ട്നേഴ്സ്, അതായത് പാപ്പരാകാത്ത ബാക്കി പാർട്ട്നേഴ്സ് ആ റിയലൈസേഷൻ ലോസിന്റെ അവരുടെ ഷെയർ ക്യാഷ് ആയിട്ട് കൊണ്ടുവരണം. ഇനി ഒരു ചോദ്യം നിങ്ങൾക്ക് വേണമെങ്കിൽ വരാം. ഈ സോൾവെന്റ് പാർട്ട്നേഴ്സ് എന്ന് പറയുന്ന ഈ ഒരു കേസിൽ ഡെബിറ്റ് ബാലൻസ് ഉള്ള പാർട്ട്ണർ, ആ ഒരു കോൺസെപ്റ്റിനെ കുറിച്ച് നമ്മൾ വറി ചെയ്യണം. നമ്മൾ നോൺ ആപ്ലിക്കബിലിറ്റി ഓഫ് റൂളിൽ പറഞ്ഞിരുന്നു സോൾവെന്റ് പാർട്ട്ണർ ഹാവിംഗ് ഡെബിറ്റ് ബാലൻസ് ഗാർണർ വേഴ്സസ് മുറെ റൂളിൽ എസ്കേപ്പ് ആവുന്ന ഒരാളാണ് അല്ലേ. അത് രണ്ടാമത്തെ പോയിന്റിനോട് റിലേറ്റ് ചെയ്ത് മാത്രമാണ്. അതായത് ആദ്യത്തെ പോയിന്റ് പറയുന്നത് സോൾവെന്റ് പാർട്ട്നേഴ്സ് should bring in cash towards realization loss എന്നുള്ളത് എല്ലാ സോൾവെന്റ് പാർട്ട്നേഴ്സിനുമാണ്. അവരുടെ ക്യാപിറ്റലിന് ഡെബിറ്റ് ആയിക്കോട്ടെ ക്രെഡിറ്റ് ആയിക്കോട്ടെ റിയലൈസേഷൻ ലോസ് ക്യാഷ് ആയിട്ട് കൊണ്ടുവരേണ്ടത് എല്ലാ സോൾവെന്റ് പാർട്ട്നേഴ്സുമാണ്. ഇനി രണ്ടാമത്തെ കേസ്, രണ്ടാമത്തെ റൂൾ എന്ന് പറയുന്നത് ഇൻസോൾവൻസി ആയി പോയ പാർട്ട്ണറിന്റെ ക്യാപിറ്റൽ ലോസ് ബെയർ ചെയ്യേണ്ടത് സോൾവെന്റ് പാർട്ട്നേഴ്സ് ആണ് അല്ലെ, ഇൻ ദ റേഷ്യോ ഓഫ് ക്യാപിറ്റൽസ്. ആ സോൾവെന്റ് പാർട്ട്നേഴ്സിന്റെ കേസിൽ മാത്രമാണ് ഡെബിറ്റ് ബാലൻസ് ഉള്ള സോൾവെന്റ് പാർട്ട്നേഴ്സ് എസ്കേപ്പ് ആകുന്നത്. സോ ദിസ് ഡെബിറ്റ് ബാലൻസിന്റെ എസ്കേപ്പ് റൂട്ട് ഉള്ളത് പോയിന്റ് നമ്പർ 2 മാത്രമേ ഉള്ളൂ. പോയിന്റ് നമ്പർ 1 എല്ലാ സോൾവെന്റ് പാർട്ട്നേഴ്സും റിയലൈസേഷൻ ലോസ് ഉണ്ടെങ്കിൽ ക്യാഷ് കൊണ്ടുവരണം. അത് ഡെബിറ്റ് ബാലൻസ് ആയിക്കോട്ടെ ക്രെഡിറ്റ് ബാലൻസ് ഉള്ളവരായിക്കോട്ടെ. എന്നാൽ ഇൻസോൾവെന്റ് പാർട്ട്ണറിന്റെ ക്യാപിറ്റൽ ലോസ് നികത്താൻ ഏതൊക്കെ പാർട്ട്നേഴ്സ് ആണ് വേണ്ടതെന്ന് നമ്മൾ തീരുമാനിക്കുന്നത് only those solvent partners having credit balance in capital. അപ്പോൾ സോൾവെന്റും ആയിരിക്കണം, ക്യാപിറ്റൽ ബാലൻസ് ക്രെഡിറ്റും ആയിരിക്കണം. ആദ്യത്തെ കേസിൽ സോൾവെന്റ് പാർട്ട്ണർ ആയാൽ മാത്രം മതി. അപ്പോൾ ഞാൻ വേണമെങ്കിൽ ആ പോയിന്റ് ഇവിടെ എഴുതാം. സോൾവെന്റ് പാർട്ട്ണർ പ്ലസ് ക്രെഡിറ്റ് ബാലൻസ് ഇൻ ക്യാപിറ്റൽ. രണ്ടാമത്തെ ആദ്യത്തെ കേസിൽ only solvency മാത്രമായിരിക്കും ഡിപെൻഡ് ചെയ്യുന്നത്. So with that, let us come to our problem. അപ്പോൾ ആദ്യത്തെ പോയിന്റ് റൂളിൽ എന്താ, ഡിസിഷനിൽ എന്തായിരുന്നു? റിയലൈസേഷൻ ലോസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ സോൾവെന്റ് പാർട്ട്നേഴ്സ് ആയ എല്ലാവരും ക്യാഷ് ആയിട്ട് കൊണ്ടുവരണം. ഇവിടെ സോൾവെന്റ് പാർട്ട്നേഴ്സ് ആരൊക്കെയാണ്? ആരാണ് ഇൻസോൾവെന്റ്? PQS ആണ് സോൾവെന്റ് അല്ലേ. ആ പോയിന്റ് ഞാൻ വീണ്ടും സ്ട്രെസ് ചെയ്യാൻ പറഞ്ഞതിന്റെ കാര്യം എസിന്റെ പോയിന്റ് നോക്കിക്കേ. എസിന്റെ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ 18,000-ഉം 10,000 സമയം 28,000 ആണ് ഡെബിറ്റ് സൈഡിൽ. പക്ഷെ ക്രെഡിറ്റിലോ സമയർ അറൌണ്ട് 12,000 ഉണ്ട്. അതായത് എസ് സോൾവെന്റ് ആണ്, പക്ഷെ അയാൾക്ക് ക്യാപിറ്റലിൽ ഡെബിറ്റ് ബാലൻസ് ആണ്.
സോൾവെന്റ് പ്ലസ് ഡെബിറ്റ് ബാലൻസ് എന്ന് പറയുന്ന ആ ഒരു പെർട്ടിക്കുലർ പാർട്ട്ണറുടെ എസ്കേപ്പ് റൂട്ട് ഉള്ളത് ഗാർണർ വേഴ്സസ് മുറെ റൂളിന്റെ സെക്കൻഡ് പോയിന്റിന് മാത്രമാണ്. ആദ്യത്തെ പോയിന്റിൽ അയാൾ സോൾവെന്റ് പാർട്ട്ണർ ആണോ എന്ന് മാത്രം ചെക്ക് ചെയ്യുക. ക്രെഡിറ്റ് ബാലൻസ് ഇൻ ക്യാപിറ്റൽ ആണെങ്കിലും ഡെബിറ്റ് ബാലൻസ് ഇൻ ക്യാപിറ്റൽ ആണെങ്കിലും ക്യാഷ് കൊണ്ടുവരണം ടുവേർഡ്സ് റിയലൈസേഷൻ ലോസ്. അപ്പൊ റിയലൈസേഷൻ ലോസ് 3 പേരുടെ 6 ഒഴികെ സോൾവെന്റ് എല്ലാവരും ക്യാഷ് ആയിട്ട് കൊണ്ടുവരണം. സോ ബൈ ക്യാഷ് റിയലൈസേഷൻ ലോസ്. R ഇൻസോൾവെന്റ് ആണ്, അപ്പൊ 6 കൊണ്ടുവരേണ്ട കാര്യമില്ല, നമ്മളത് സ്കിപ്പ് ചെയ്ത് 10,030. സോ ഇവിടെ എസ് നമ്മൾ കൺസിഡർ ചെയ്യും. രണ്ടാമത്തെ പോയിന്റ്, ഇൻസോൾവെന്റ് പാർട്ട്ണറിന്റെ ക്യാപിറ്റൽ ലോസ് ബെയർ ചെയ്യേണ്ടത് ആരൊക്കെയാണ്? സോൾവെന്റ് പാർട്ട്ണറും ആയിരിക്കണം, അവരുടെ ക്യാപിറ്റൽ ക്രെഡിറ്റ് ബാലൻസും ആയിരിക്കണം. ഇൻസോൾവെന്റ് പാർട്ട്ണർ ആയിരിക്കും R അല്ലേ. സോ നമ്മൾക്ക് അവരുടെ ക്യാപിറ്റൽ ലോസ് എത്രയാണെന്ന് ആദ്യമേ കണ്ടുപിടിക്കും. സോ ലെറ്റ് us take up a working note. Insolvency loss of R. എത്രയുണ്ടായിരുന്നു ഇൻസോൾവൻസി ഓർ ക്യാപിറ്റൽ ലോസ് ഓഫ് R? Social loss of R is equal to ഡെബിറ്റിൽ 25,000 plus 25,000 plus 20 minus 19,000 and 5,000. $21,060 ആണ് ആറിന്റെ ക്യാപിറ്റൽ ലോസ്. ഇതാണ് ആര് ഷെയർ ചെയ്യേണ്ടത്? പാർട്ട്നേഴ്സ് എഴുതിയേക്കാം. This social loss or capital loss should be borne by solvent partners having credit balance in capital account. They are പി ക്യു ആൻഡ് എസ് ആണ് ബാക്കിയുള്ളത്, അതിൽ എല്ലാവരും സോൾവെന്റ് ആണ്. പക്ഷെ എസിന് ഡെബിറ്റ് ബാലൻസ് ആണ് 19,000, 10,000, 28,000, ക്രെഡിറ്റ് 12 ഉള്ളത്. അതായത് അയാൾക്ക് വീണ്ടും ഒരു ഡെബിറ്റ് ബാലൻസിന്റെ പൊസിഷൻ ആണ്. സോ therefore പി ആൻഡ് ക്യു ആയിരിക്കണം ആറിന്റെ ഇൻസോൾവൻസി ലോസ് ഷെയർ ചെയ്യേണ്ടത്. ഇനി എത്ര രൂപയ്ക്കാണ് ഇവർ ഷെയർ ചെയ്യുന്നത്? ഏത് റേഷ്യോ വേണം എടുക്കാൻ? ആ റേഷ്യോ ഒരിക്കലും പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ആയിരിക്കരുതെന്നാണ് ഗാർണർ വേഴ്സസ് മുറെ റൂൾ പറയുന്നത്. പകരം ഏത് റേഷ്യോ അപ്ലൈ ചെയ്യണം? പി ആൻഡ് ക്യൂവിന്റെ ക്യാപിറ്റലിൽ ഉണ്ടായിരുന്ന ബാലൻസിന്റെ റേഷ്യോ. അപ്പൊ ഓപ്പണിംഗ് ബാലൻസ് മാത്രമാണോ എടുക്കേണ്ടത്? അല്ല, റിയലൈസേഷന് തൊട്ട് മുന്നേ വരെ അവരുടെ കയ്യിലുണ്ടായിരുന്ന ക്യാപിറ്റലും പ്ലസ് അവർക്ക് കിട്ടേണ്ട റിസർവ്സിന്റെയും ടോട്ടൽ, അതായത് ഈ 3 ഐറ്റത്തിന്റെ ടോട്ടൽസ് എടുക്കുക. ആ റേഷ്യോയിലായിരിക്കണം പി ആൻഡ് ക്യൂ ഈ ലോസ് സ്പ്ലിറ്റ് ചെയ്യേണ്ടത്. സോ therefore next step is ratio of capital accounts of P and Q. Opening capital, that was 1,68,000 and 1,08,000 plus general reserve and capital reserve. General reserve 38 and 28,500. This was 10,000 and 7,000. So that is total capital. Total capital for the purpose of Garner versus Murai rule.
3:2 ratio. So ratio is equal to 3:2. So 3:2 ആയിരിക്കണം അവിടെ നമ്മൾ എന്ത് സ്പ്ലിറ്റ് ചെയ്യുന്നത്? P and Q contribute ചെയ്യുന്നത് 3 and 2. 3 and 2 ഒക്കെ എങ്ങനെ അറൈവ് ചെയ്യുന്ന അറിയാം? ടോട്ടൽ ക്യാപിറ്റൽ ഇതാണെങ്കിൽ റേഷ്യോ. സോ ഇതൊക്കെ മാത്തമാറ്റിക്സിൽ അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്സ് സബ്ജക്റ്റിലൊക്കെ നിങ്ങൾ പഠിക്കുന്നതാണ്. ഹൗ ഡു യു അറൈവ് അറ്റ് റേഷ്യോ. ഇഫ് യു ഡോണ്ട് നോ, ഈ തൗസൻഡ്സ് മാറ്റി 216 144 വെച്ചിട്ട് ചെയ്താലും മതി. അതിൻ്റെ ഏറ്റവും ലീസ്റ്റ് പ്രപ്പോർഷൻ അല്ലെങ്കിൽ നമ്പേഴ്സ് എടുത്താണ് നമ്മൾ ലീസ്റ്റ് ഡിവിസിബിൾ എടുത്തിട്ടാണ് നമ്മൾ ഈ റേഷ്യോയിലേക്ക് അറൈവ് ചെയ്തിരിക്കുന്നത്. വിച്ച് എവർ യു ആർ കംഫർട്ടബിൾ. ബട്ട് അൾട്ടിമേറ്റ്ലി ഈ പ്രപ്പോർഷൻ ആയിരിക്കും കിട്ടാൻ പോകുന്നത് 3:2 എന്ന് പറയുന്ന റേഷ്യോ. സോ 2160 divided by 5 into 3. 12,636. Then Q has to bring in 8,424. ഇങ്ങനെയാണ് 21,000 രൂപയുടെ ലോസ് അവർ കവർ ചെയ്യേണ്ടത്. സോ ആരുടെ ലോസ് ആണ് കവർ ചെയ്യുന്നത്? ആറിന്റെ അല്ലേ? അപ്പൊ ആറിന് ഇപ്പോൾ ഡെബിറ്റിലാണ് ഈ ലോസ് എന്ന് പറയുന്നത് ഡെബിറ്റിലാണ് കൂടുതൽ. അപ്പൊ അത് കോമ്പൻസേറ്റ് ചെയ്യാൻ എന്ത് ചെയ്യണം? ക്രെഡിറ്റിലേക്ക് എൻട്രി വരണം അല്ലേ? 2. ഈ ഒരു ലോസ്, ഇൻസോൾവൻസി ലോസ് ക്യാഷ് ആയിട്ട് കൊണ്ടുവരേണ്ട കാര്യമില്ല. അത് ഡയറക്റ്റ്ലി നമ്മൾ സോൾവെന്റ് പാർട്ട്നേഴ്സ് ഹാവിംഗ് ക്രെഡിറ്റ് ബാലൻസ് ഇൻ ക്യാപിറ്റലിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യുകയാണ്. സോ വി ക്യാൻ റൈറ്റ് ഡയറക്റ്റ്ലി ഇങ്ങനെ ഈസ് ക്യാപിറ്റൽ ആൻഡ് ക്യൂസ് ക്യാപിറ്റൽ. പക്ഷെ ഓർക്ക് റിയലൈസേഷൻ ലോസ് ക്യാപിറ്റലായിട്ട് കൊണ്ടുവരുന്നതാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. ദിസ് വാസ് 8,424 12,636 and debited to R's capital. Insolvency loss വേണമെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവാൻ എഴുതാം. Sorry, 12,636 and 8,420. സോ ഇത്രയും റെക്കോർഡ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ആറിൻ്റെ അക്കൗണ്ട് ക്ലോസ് ആവണം. അതായത് ആറായിരുന്നു ഈ എമൗണ്ട് കൊണ്ടുവരേണ്ടിയിരുന്നത്. 6 ഇൻസോൾവെന്റ് ആയത് കാരണം 6 കൊണ്ടുവരേണ്ടതിന് പകരം നമ്മൾ എവിടെ നിന്ന് എടുത്തു? സോൾവെന്റ് പാർട്ട്നേഴ്സിന് ക്രെഡിറ്റ് ബാലൻസ് ക്യാപിറ്റൽ ഉള്ളവരെ കണ്ടുപിടിച്ചിട്ട് അവരുടെ കയ്യിൽ നിന്ന് എടുക്കുന്നത് പോലെയാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. സോ ഇത്രയും എഴുതി കഴിയുമ്പോൾ 6 അക്കൗണ്ട് ക്ലോസ് ആകും. 6-ന് നമ്മൾ അങ്ങോട്ട് പൈസയൊന്നും കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. അയാൾ ഇങ്ങോട്ട് തരുന്നത് നമ്മൾ സെറ്റിൽ ചെയ്തു. ഇപ്പൊ ബാക്കിയുള്ള PQNSന് നമ്മൾ കാശ് അങ്ങോട്ട് കൊടുക്കുകയോ അവരിങ്ങോട്ട് തരികയോ ചെയ്യേണ്ടി വരും. അങ്ങനെ ക്യാഷ് അക്കൗണ്ട് നമ്മൾ ക്ലോസ് ചെയ്യും. അപ്പൊ ഇത്രയും സ്റ്റെപ്പ് അഡീഷണലി നമ്മളിപ്പോൾ ചെയ്തതാണ് ഗാർണർ വേഴ്സസ് മുറേ റൂൾ പ്രകാരം നമ്മൾ ചെയ്തിരിക്കുന്ന 2 പോയിന്റ്. ഇനി ഇത് കഴിഞ്ഞാൽ ഇത്രയും റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ലാസ്റ്റത്തെ 5th പോയിന്റ് ആണ് സെറ്റിലിംഗ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ. അപ്പോൾ ഉള്ള ക്യാഷ് ആണ് നമ്മൾ പാർട്ട്നേഴ്സ് ക്യാപിറ്റലായിട്ട് കൊടുക്കേണ്ടത്. പക്ഷെ ഞാൻ പറഞ്ഞിരുന്നു ഓർഡർ എടുക്കുമ്പോൾ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ആദ്യം ക്ലോസ് ചെയ്യുക. സോ ദാറ്റ് യു വിൽ നോ ഓരോ പാർട്ട്ണറിനും കൊടുക്കേണ്ട ഇൻഡിവിജ്വൽ എമൗണ്ട് അല്ലെ അവരുടെ കയ്യിൽ നിന്ന് കിട്ടേണ്ട ഇൻഡിവിജ്വൽ എമൗണ്ട് കിട്ടും. ആ എമൗണ്ടിനെ എല്ലാം കൂടെ ക്യാഷിൽ പോസ്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും. ക്യാഷ് ആദ്യമേ ക്ലോസ് ചെയ്താൽ നിങ്ങൾക്ക് ഒരു ക്യുമുലേറ്റീവ് അല്ലെ നെറ്റ് എമൗണ്ടേ കിട്ടുള്ളൂ, ബൈഫിക്കേഷൻസ് കിട്ടില്ല. സോ ലെറ്റ് us ക്ലോസ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ ഫസ്റ്റ്. P റിയലൈസേഷൻ ലോസ് ക്യാഷ് ആയിട്ട് കൊണ്ടുവരുന്നതിൻ്റെ ഓപ്പോസിറ്റ് എഫക്റ്റ് നമ്മളിവിടെ എഴുതിയിട്ടില്ല. അതൊന്ന് എഴുതിയേക്കാം, ഇല്ലെങ്കിൽ കൺഫ്യൂഷൻ ആയി നിൽക്കും. ക്യാപിറ്റൽ $80,240. ഇനി നമ്മൾക്ക് അക്കൗണ്ട്സ് P-യുടെയും Q-യുടെയും ക്ലോസ് ചെയ്യാം. $256,120.
ആറ് അക്കൗണ്ടിൽ ബാലൻസിങ് പേർ ഒന്നും വരില്ല, കാരണം അയാളാണ് ഇൻസോൾവെന്റ്. അപ്പൊ അയാളുടെ ലോസ് നമ്മൾ നികത്തി കഴിഞ്ഞു, അയാളുടെ അക്കൗണ്ട് ക്ലോസ് ആവും. എസ്സിന് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും കൊടുക്കാനുണ്ടോ നോക്കാം. എസ്സിന് നമ്മൾ 6000, സോറി, എസ് നമ്മൾക്കാണ് തരേണ്ടി വരുന്നത്. സോ ബൈ ക്യാഷ് 12,000, 22,000, 20. എപ്പോഴും നമ്മൾ തന്നെ, അതായത് ഫേം പാർട്ട്നേഴ്സിന് കൊടുക്കേണ്ട സാഹചര്യം തന്നെ ആയിരിക്കും എപ്പോഴും വരുന്നത്. തിരിച്ചു വേണമെങ്കിൽ ആവും. ഇവിടെ പി ആൻഡ് ക്യൂക്ക് നമ്മൾ അങ്ങോട്ട് കാശ് കൊടുക്കും, പക്ഷേ എസ് അയാളുടെ അക്കൗണ്ട് കുറച്ച് ഓവർ ഡ്രോൺ പൊസിഷൻ ആയിരുന്നു, എല്ലാം റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞിട്ട്. സോ അയാൾ ഇങ്ങോട്ടാണ് കാശ് തരേണ്ടത്. ഇനി പിയുടെയും ക്യൂടെ എമൗണ്ട്സ് നോക്കിയപ്പോൾ ഈ എമൗണ്ട് ശരിക്കും ഇത്രയും കുറഞ്ഞു പോയതിന്റെ റീസൺ, ഈ ഒരു ഇൻസോൾവൻസി ലോസ് ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ അവർക്ക് എത്ര കൊടുത്തു വിടണമായിരുന്നു? 2,16,000 സംതിങ് കൊടുത്തു വിടണമായിരുന്നു. പക്ഷെ ഇൻസോൾവൻസി ലോസ് ഇവർ ബെയർ ചെയ്യേണ്ടവരാണ്, പി ആൻഡ് ക്യൂ. അതുകൊണ്ട് ആ എമൗണ്ട് ബെയർ ചെയ്ത് കഴിഞ്ഞിട്ട് മിച്ചമുള്ളതാണ് നമ്മൾ അവർക്ക് കൊടുത്തു വിട്ടിരിക്കുന്നത്. അത്രയും ഡിഫറൻസേ ഉള്ളൂ. 2,16,000 ടോട്ടലി കൊടുത്തു വിടണമായിരുന്നു. എന്നിട്ട് ഈ ഇൻസോൾവൻസി ലോസ് പിയും ക്യൂവും തരേണ്ടതാണ് ചെയ്യുന്നത്, ഈ എമൗണ്ട് അല്ലേ. അപ്പോൾ 12,000 സംതിങ് പി ഇങ്ങോട്ട് തരണം, നമ്മൾ 2,16,000 അങ്ങോട്ട് കൊടുക്കുന്നത്. അത് രണ്ടിനെയും കൂടെ നെറ്റ് ഓഫ് ചെയ്തിട്ട് ബാക്കി എമൗണ്ട് നമ്മൾ പിക്കും ക്യൂവിനും കൊടുത്തു വിട്ടു. പക്ഷെ റിയലൈസേഷൻ ലോസ് അങ്ങനെയല്ല, അത് ക്യാഷ് ആയിട്ട് തന്നെ നമ്മൾ കൊണ്ടുവരുന്ന റെക്കോർഡ് ചെയ്യും. ഇൻസോൾവൻസി ലോസ് നമ്മൾ ക്യാപിറ്റൽസിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യാണ്. എന്നിട്ട് പിന്നെയും മിച്ചമുള്ള എമൗണ്ട് മാത്രം പാർട്ട്നേഴ്സിന് കൊടുത്തു വിട്ടാൽ മതി. സോ ഇതിന്റെ എഫക്ട്സ് ഒക്കെ ഇനി നമ്മൾ ക്യാഷ് അക്കൗണ്ടിലേക്ക് റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ ക്യാഷ് അക്കൗണ്ടും ക്ലോസ് ആയി കിട്ടും. പി ആൻഡ് ക്യൂ. എസ് ഇങ്ങോട്ടായിരുന്നു കാശ് തരേണ്ടിയിരുന്നത്. ക്യാപിറ്റൽ അക്കൗണ്ട് 6,000. Just check if it is tally ആയോ എന്നുള്ളതൊന്ന് ഉറപ്പ് വരുത്തിയേക്കാം. lakh 10,000. With that, we complete cash account and also simultaneously capital account close ആയി. ആ അമൗണ്ടുകൾ തന്നെ എസ് പിക്കും ക്യൂവിനും കൊടുത്തു വിടും. എസ് കൊണ്ടുവരും കൂടെ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ക്യാഷ് അക്കൗണ്ട് ക്ലോസ് ആകും. സോ ദിസ് ഇസ് ഹൗ ഗാർണ വേഴ്സസ് മുറേ റൂളിൽ ഡിസൊല്യൂഷൻ നമ്മൾ വർക്ക്ഔട്ട് ചെയ്യേണ്ടത്. വളരെ സ്ട്രേറ്റ് ഫോർവേഡ് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഈ ഒരു രീതിയിലായിരിക്കും നിങ്ങൾക്ക് ജനറലി വരാൻ സാധ്യത ഉള്ള രീതി. കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ട് വി ആർ ക്വസ്റ്റ്യൻ നമ്പർ 7, സെയിം ഗാർണ വേഴ്സസ് മുറേ റൂൾ. അതും കൂടെ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഇനി ഇത് കഴിഞ്ഞിട്ടുള്ള ടോപ്പിക്സ് ഒക്കെ എല്ലാം നമ്മൾ ക്ലാസ്സിൽ ചിലപ്പോൾ വർക്ക്ഔട്ട് ചെയ്യില്ല. ഒരു ടൈപ്പ് വർക്ക്ഔട്ട് ചെയ്യും. ദ അതർ വൺ വിൽ ബി homework or your practice question. ഇത് കുറച്ച് എക്സ്റ്റെൻസീവ് പ്രോബ്ലമാണ്. സോ therefore I am trying to do it in class. A, B, C and D are sharing profits and losses in the ratio of 5:5:4:2. Frauds committed by C during the year were found out, and it was decided to dissolve the partnership on 31st March 2010 when the balance sheet was under capital accounts number C
സിയുടെ മാത്രം overdrawn position ആണ്, അത് ഡെബിറ്റ് സൈഡിലുണ്ട്. Liability and reserves, assets എല്ലാം തന്നിട്ടുണ്ട്. Following information is given to you. A check of 4,300 received from debtor was not recorded in the books and was misappropriated by C. Investments costing 5,400 were sold by C at 7,900 and the funds transferred to his personal account. This sale was omitted from the firm's books. A creditor agreed to take over investments of the book value 5,400 at 8,400. The rest of the creditors were paid off at a discount of 2%. Other assets realized are as follows. Debtors, bills payable were settled at discount, expenses of dissolution amounted to 4,900. It was found out that the realization from C's private assets would only be 4,000. Prepare necessary ledger account. ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കിയാൽ അറിയാം എവിടെയും ഗാർണർ വേഴ്സസ് മുറേ റൂൾ എന്ന് പറയുന്നത്. ഞാൻ ഹെഡിങ്ങിൽ സെപ്പറേറ്റ്ലി തന്നാണ് ഗാർണർ വേഴ്സസ് മുറേ റൂൾ. പക്ഷേ ഈ ഒരു ക്വസ്റ്റ്യൻ ഗാർണർ വേഴ്സസ് മുറേ റൂൾ ആണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. ഹൗ ഡു യു നോ? ഈ ലാസ്റ്റ് പോയിന്റ് നമുക്ക് നോക്കാം. ഇറ്റ് വാസ് ഫൗണ്ട് ദാറ്റ് റിയലൈസേഷൻ ഫ്രം സീസ് പ്രൈവറ്റ് അസറ്റ്സ്, എപ്പോഴാണ് സിയുടെ പ്രൈവറ്റ് അസറ്റ്സും വിറ്റ് നമ്മൾ കാശ് റിയലൈസ് ചെയ്ത് സെറ്റിൽ ചെയ്യാൻ ശ്രമിക്കുന്നത്? അയാൾ ഇൻസോൾവെന്റ് ആയി കഴിയുമ്പോൾ അയാൾ കൊടുത്തു തീർക്കേണ്ട എമൗണ്ട് പേ ചെയ്യാൻ അയാളുടെ പേഴ്സണൽ അസറ്റ്സ് എല്ലാം ആസ്തി എല്ലാം സ്വത്തെല്ലാം നമ്മൾ വിൽക്കാൻ നോക്കും അല്ലേ? ആ ഒരു സിനാരിയോ ആണ് ഇവിടെ പറയുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു സിനാരിയോ അറൈസ് ചെയ്യണമെങ്കിൽ അതിന്റെ അർത്ഥം അയാൾ ഇൻസോൾവെന്റ് ആയിട്ടുണ്ട്. അപ്പൊ അയാൾ ഇൻസോൾവെന്റ് ആയെങ്കിൽ അയാൾക്കൊരു ഡെബിറ്റ് ബാലൻസ് ഓപ്പണിംഗിൽ തന്നെ ഉണ്ട്, അത് കഴിഞ്ഞും ചിലപ്പോൾ ഡെബിറ്റ് തന്നെ ആയിരിക്കും കണ്ടിന്യൂ ചെയ്യുന്നത്. വിച്ച് മീൻസ് അതൊരു ഇൻസോൾവെൻസി ലോസിന്റെ സിനാരിയോ അല്ലെങ്കിൽ സിറ്റുവേഷൻ ആവാനാണ് സാധ്യത. അപ്പൊ ഇൻസോൾവെൻസി ലോസ് ആണെങ്കിൽ ഗാർണർ വേഴ്സസ് മുറേ റൂള് അപ്ലൈ ചെയ്തേ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ക്വസ്റ്റ്യൻ നമ്പർ 8 ഗാർണർ വേഴ്സസ് മുറേ എന്ന് സെപ്പറേറ്റ്ലി പറഞ്ഞിട്ടുണ്ട്. 7 അങ്ങനെ പറയണമെന്നില്ല. ഇതൊരു എക്സാം ക്വസ്റ്റ്യൻ ആണ്. ഇത് പറയാതെ തന്നെ വളരെ എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള പ്രോബ്ലം ആണ്. ഇൻഡിക്കേഷൻ ദാറ്റ് യു ഹാവ് ടു ഫോളോ ഗാർണർ വേഴ്സസ് മുറേ റൂൾ ഇസ് ലാസ്റ്റ് പോയിന്റ്. സോ ലെറ്റ് us take up realization account. എല്ലാ അസറ്റ്സും ആദ്യത്തെ ഡിസ്മാന്റിലിംഗ് ഓഫ് ബാലൻസ് ഷീറ്റ് നമുക്കൊന്ന് ചെയ്യാം. Building 1,20,000. Stock 85,500. Investments 29,000. To debtors 42,000. So we have recorded assets except cash and capital. ഇനി ലയബിലിറ്റി ഇതേപോലെ റെക്കോർഡ് ചെയ്യാം. ലയബിലിറ്റി ഉള്ളത് creditors 47,000 and bills payable 20,000. നമുക്ക് മിച്ചമുള്ളത് ക്യാഷ്, ക്യാപിറ്റൽ ആൻഡ് റിസർവ്സ്. സോ ആദ്യം ക്യാഷ് റെക്കോർഡ് ചെയ്യാം. ക്യാഷ് ഓപ്പണിംഗ് ബാലൻസ് 14,500. സോ ബാലൻസ് brought down 14,500. And capital 99,235 and 50. സിക്ക് മാത്രം ഡെബിറ്റ് ബാലൻസ്. ബാലൻസ് 15,000. And for A, B and D it was by balance brought down 90,000, 90 and 35,000. And reserves was ബാക്കി എല്ലാം ക്ലോസ് ആയി. ഈ അക്കൗണ്ടിൽ റിസർവ്സ് 24,000 ആണ്. നമ്മുടെ റേഷ്യോ 5:5:4:2. ഞാൻ ജസ്റ്റ് ഇവിടെ ഒന്ന് എഴുതുകയാണ്. Reserves was, I believe, 24,000. Yeah, 24,000. By general reserve 24,000 നമ്മൾ split ചെയ്യണം. 4 divided by 16. 3,000, 6,000 and 7,500 each. So
So 15 plus 20, 4,000. So dismantling of balance sheet കഴിഞ്ഞു. അടുത്തത് എന്തായിരുന്നു സ്റ്റെപ്പ്? ഡിസ്പോസൽ ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ്. Assets realized, building 105% of book value. Stock തന്നിട്ടുണ്ട്. Investments, debtors. Investments നോക്കുക, rest of the investments were sold. Debtors, rest of the debtors. അതായത് ഈ റെസ്റ്റ് ഓഫ് ദ ഡെറ്റേഴ്സ് എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ഈ ഡെറ്റേഴ്സിനൊക്കെ വേറെ കുറച്ച് അഡ്ജസ്റ്റ്മെന്റ്സ് തൊട്ട് മേലെ തന്നിട്ടുണ്ട് അല്ലേ. സോ നമ്മൾക്ക് അതൊക്കെ ഒന്ന് വായിച്ചു നോക്കാം. ആദ്യത്തെ പോയിന്റ് എടുക്കാം. A check of 4,300 received from debtor was not recorded in the books and was misappropriated by C. Dissolutionലേക്ക് പോകാൻ കാരണം തന്നെ സി കുറച്ച് ഫ്രോഡ് കമ്മിറ്റ് ചെയ്യുന്നതാണ്. അതിലൊന്നായിരിക്കാം ഇത്. നമ്മളുടെ ഡെറ്റേഴ്സ് എത്രയുണ്ടെന്നാണ് ബുക്സിൽ കിടക്കുന്നത്? 42,000. പക്ഷെ ശരിക്കും അതിൽ 43,000 വേർത്തുള്ള ഡെറ്റർ ഓൾറെഡി ചെക്ക് തന്നിരുന്നു. ആ ചെക്ക് പക്ഷെ സി പാർട്ട്ണർഷിപ്പ് ഫേമിൽ കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്നതിന് പകരം അയാളുടെ സ്വന്തം പേഴ്സണൽ അക്കൗണ്ടിലേക്ക് മാറ്റുകയോ എല്ലാം ചെയ്തിട്ടുണ്ട്. അതാണ് മിസ്അപ്രോപ്രിയേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ 42,000 ഇനി 4,300 നമ്മൾക്ക് ചോദിക്കാൻ പറ്റുമോ? ഇല്ല. നമ്മൾ അവിടെ ചെന്ന് ചോദിച്ചാൽ അവർ പറയും ഞങ്ങൾ ഓൾറെഡി ചെക്ക് കൊടുത്തു വിട്ടതാണ്. അത് ആരുടെ തെറ്റാണ് തിരിമറി കാണിച്ചത്? സിയുടെയാണ്. സോ വൈ ആർ യു ആസ്കിങ് ഫ്രം അസ്? ആസ്ക് ഫ്രം സി. അപ്പം നമ്മളുടെ ഡെറ്റർ ബാലൻസസ് 42,000 നിന്ന് 4,300 കുറയ്ക്കണം. രണ്ടാമത്തെ പോയിന്റ് ഇൻവെസ്റ്റ്മെന്റ് റിലേറ്റഡ് ആണ്. മൂന്നാമത്തെ ക്രെഡിറ്റേഴ്സ്. പിന്നെ ഫോർത്ത് പോയിന്റ് ഡെറ്റേഴ്സ്. അപ്പോൾ ഡെറ്റേഴ്സിൽ ഈ ഒരു അഡ്ജസ്റ്റ്മെന്റ് മാത്രമേ ഉള്ളൂ. therefore let us find out വർക്കിംഗ് നോട്ട് വഴി നമ്മൾക്ക് ഡെറ്റർ എമൗണ്ട് ഒന്ന് കണ്ടുപിടിക്കാം. Debtors realized. Yeah. Opening balance 42,000 minus checks already given but misappropriated by C. $4,300. അപ്പം നമുക്ക് അത്രയും അവരുടെ കയ്യിൽ നിന്ന് ചോദിക്കാൻ പറ്റില്ല. So minus 4,300. So balance is 37,700. ബാലൻസ്. ഈ ബാലൻസിനാണ് ഒരു അഡ്ജസ്റ്റ്മെന്റ് ഫോർത്ത് പോയിന്റിൽ തന്നിരിക്കുന്നത്, which is rest of the debtors were realized at a discount of 12%. ബാക്കി മിച്ചം ശരിക്കും തരാനുള്ള 37,700 ഒരു ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ടാണ് നമ്മൾ പേയ്മെന്റ് റിയലൈസ് ചെയ്തിരിക്കുന്നത്. ഡിസ്കൗണ്ട് 12%, which is 4,520. അപ്പോൾ ശരിക്കും റിയലൈസ്ഡ് ഫ്രം ഡെറ്റേഴ്സ് എത്രയേ ഉള്ളൂ? 3,376. ഇനി നമ്മൾ അപ്പോൾ ഡെറ്റേഴ്സ് റിയലൈസേഷൻ്റെ എൻട്രി നമുക്ക് ഇവിടെ ഒന്ന് എഴുതാം. ക്യാഷിൽ ടു റിയലൈസേഷൻ, debtors. It was 33,176. Working note reference കൊടുത്തേക്കാം. Working note 1. ഇനി 33,176 കിട്ടിയത് ഏതിന് അഗൻസ്റ്റ് ആയിട്ടാണ്? 37,700 അഗൻസ്റ്റ് ആണ് അല്ലേ? പക്ഷെ ഈ മിസ്അപ്രോപ്രിയേഷൻ നടന്നില്ലായിരുന്നെങ്കിൽ, അതായത് ഇപ്പോഴായിരുന്നു ചെക്ക് തന്നിരുന്നത്, ഈ 4,300 നമുക്ക് കിട്ടേണ്ടതായിരുന്നു അല്ലേ? 37,700 4,300 ആഡ് ചെയ്ത് സോറി അതിനാണ് 12% ഡിസ്കൗണ്ട്. ഈ 4,300 ഫേമിന് ഇപ്പം നഷ്ടമായി. പക്ഷെ ഫേം ആ നഷ്ടം സഹിക്കേണ്ട കാര്യമുണ്ട്? ഇല്ല. സിയുടെ മിസ്അപ്രോപ്രിയേഷൻ ആണ്. സിയുടെ കയ്യിൽ നിന്ന് നമ്മളത് കളക്ട് ചെയ്യണം അല്ലേ? അപ്പോൾ ഈ ഒരു പെർട്ടിക്കുലർ എൻട്രീനെ ഈ നമ്മളിവിടെ മൈനസ് ചെയ്ത് കാണിച്ചിരിക്കുന്നത് എന്തുപോലെ നമ്മൾ ട്രീറ്റ് ചെയ്യണം? ടേക്ക് ഓവർ ഓഫ് ആൻ അസെറ്റ് ബൈ സി പോലെ. മിസ്അപ്രോപ്രിയേഷൻ ആണ്. സി എടുത്തുകൊണ്ട് പോയ അസെറ്റ് പോലെ. അപ്പോൾ ആരുടെ അക്കൗണ്ടിൽ നിന്ന് നമ്മൾ ആ എൻട്രി എമൗണ്ട് കളക്ട് ചെയ്യും? സിയുടെ ക്യാപിറ്റൽ. ടേക്ക് ഓവർ ഓഫ് അസെറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ഓർമ്മയുണ്ടെങ്കിൽ എൻട്രി എന്തായിരിക്കും? പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് ടു റിയലൈസേഷൻ. അതായത് ക്യാഷ് കിട്ടുന്നതിന് പകരം നമ്മൾ കൊടുത്തു വിടേണ്ട ക്യാപിറ്റൽ കുറച്ചാണ് കൊടുക്കുന്നത്. സോ ബൈ സീസ് ക്യാപിറ്റൽ ചെക്ക് മിസ്അപ്രോപ്രിയേറ്ററിനോ ചെക്ക് ഫ്രോഡെന്നോ എന്തെങ്കിലും ഒരു ചെറിയ രീതിയിൽ എഴുതിക്കോളൂ.
4,300. കാരണം ഈ എമൗണ്ട് നമുക്ക് കിട്ടേണ്ടത് സിയുടെ കയ്യിൽ നിന്ന് ആണ്. സോ ഡെബിറ്റ് ടു റിയലൈസേഷൻ. ബാക്കി 37,700 കിട്ടേണ്ട സ്ഥാനത്ത് 12% നമ്മൾ ഡിസ്കൗണ്ട് കൊടുത്തു. റിമൈനിങ് ആണ് നമുക്ക് കിട്ടിയത്. 4,300 ഒരിക്കലും നമ്മൾ ഫേം ഒരിക്കലും നഷ്ടമായി ട്രീറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ചെക്ക് മിസ്അപ്രോപ്രിയേഷൻ 4,300. സോ നെക്സ്റ്റ് ഇസ് അടുത്ത പോയിന്റ്. അപ്പോൾ ഈ ഒരു പോയിന്റ് കഴിഞ്ഞു. സോ ദിസ് പോയിന്റ് ആൻഡ് ഡെറ്റേഴ്സ് കഴിഞ്ഞു. സോ ഇൻവെസ്റ്റ്മെന്റ്സിന്റെ പോയിന്റ് നോക്കാം. 29,000 ഉണ്ടായിരുന്നു. അതിൽ രണ്ടാമത്തെ പോയിന്റ് പറയുന്നത് സി 5,400 കോസ്റ്റ് ഉള്ള ഇൻവെസ്റ്റ്മെന്റ്സ് വിറ്റു. 7,900 ആണ് കിട്ടിയത്. ആ കിട്ടിയ എമൗണ്ട് മുഴുവൻ അയാളുടെ പേഴ്സണൽ അക്കൗണ്ടിലേക്ക് പോയി. ഈ വിറ്റതിനെ കുറിച്ച് നമ്മുടെ ബുക്സിൽ ഫേമിന്റെ ബുക്സിലൊന്നും റെക്കോർഡ്, അതായത് ഇൻവെസ്റ്റ്മെന്റ് ഇപ്പോഴും ഫുൾ 5,400 കൂടി ഇൻക്ലൂഡ് ചെയ്ത് തന്നെയാണ് കിടക്കുന്നത്. സോ നമുക്ക് ഇൻവെസ്റ്റ്മെന്റ്സ് എത്ര റിയലൈസ് ചെയ്ത് നോക്കാം. ഓപ്പണിംഗ് ബാലൻസ് 29,000 ആണ്. അത് എപ്പോഴും കോസ്റ്റ് പ്രൈസിലാണ്. AS40 ഇൻവെസ്റ്റ്മെന്റ്സ് ഫോർ അക്കൗണ്ടിങ് ഫോർ ഇൻവെസ്റ്റ്മെന്റ്സ് CA സ്റ്റുഡൻസിന് ഇന്റർ ലെവലുണ്ട്. സോ അതിൽ നമുക്ക് പഠിക്കാനുണ്ട്. ഈവൻ ദെൻ ഇഫ് യു ആർ നോട്ട് ഡൂയിങ് ഇറ്റ്, CMA സ്റ്റുഡൻസ് ആണ് മനസ്സിലാക്കുക. ഇൻവെസ്റ്റ്മെന്റ്സ് നമ്മളെപ്പോഴും ബുക്സിൽ കാണിക്കുന്നത് കോസ്റ്റ് പ്രൈസിലാണ്. 10 രൂപ സാധനം 15 രൂപയാണ് നിങ്ങൾ മാർക്കറ്റിൽ എന്ന് വാങ്ങിച്ചപ്പോൾ നിങ്ങളുടെ കോസ്റ്റ് 15 രൂപയാണ്. ഇൻ ഡീറ്റെയിൽ ഒക്കെ CA സ്റ്റുഡൻസ് പഠിച്ചാൽ മതി. സോ ബേസിക്കലി ഒന്ന് മനസ്സിലാക്കുക, ദിസ് ബാലൻസ് ഇസ് കോസ്റ്റ് പ്രൈസ്. ഇതിൽ നിന്നാണ് സി മിസ്അപ്രോപ്രിയേഷൻ നടത്തിയത്. സോൾഡ് ബൈ സി ആൻഡ് മിസ്അപ്രോപ്രിയേറ്റഡ്. എത്ര വർത്തുള്ള സാധനമാണ് അയാൾ മിസ്അപ്രോപ്രിയേറ്റ് ചെയ്തത്? കോസ്റ്റിംഗ് 5,400. അതിന് എത്ര കിട്ടി എന്നുള്ളത് ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ടിനെ സംബന്ധിച്ചിടത്തോളം റെലവെന്റ് ആണോ? അല്ല. കാരണം അയാൾ എടുത്തോണ്ട് പോയി, ഇത് കാണിച്ചിരിക്കുന്ന കോസ്റ്റിലാണ്. അപ്പൊ അയാൾ എടുത്തോണ്ട് പോയ ഇൻവെസ്റ്റ്മെന്റിന്റെ കോസ്റ്റ് പ്രൈസ് നമ്മൾക്ക് മതി, വിച്ച് ഇസ് 5,400. ഇനി അയാൾക്ക് എത്ര രൂപ അതിൽ നിന്ന് കിട്ടി? 7,900. ആ 7,900 ഫേമിന് കിട്ടേണ്ടതാണ്. പക്ഷെ സി അയാളുടെ പേഴ്സണൽ അക്കൗണ്ടിലേക്കാണ് കൊണ്ടുപോയത് അല്ലേ? അപ്പൊ നമ്മൾ ആ 7,900 ആരുടെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്യും? ഈ ചെക്കിന്റെ ഫ്രോഡ് നടത്തിയപ്പോൾ സിയുടെ കയ്യിൽ നിന്ന് ക്യാപിറ്റലിലേക്ക് അഡ്ജസ്റ്റ് ചെയ്ത പോലെ തന്നെ ഇൻവെസ്റ്റ്മെന്റ് ടേക്ക് ഓൺ ഓവറും ടേക്ക് ഓൺ ഓവർ അല്ലെ ആ സെയിൽ വാല്യൂവിന് നമ്മൾ അയാളുടെ അഗേൻസ്റ്റ് നിന്ന് കളക്ട് ചെയ്യും. പക്ഷെ 5,400 മാത്രമേ അസറ്റ് സൈഡിൽ നിന്ന് കുറയുള്ളൂ. അപ്പൊ ബാക്കി ഡിഫറൻസ് എന്താണ്? ശരിക്കും പ്രോഫിറ്റ് ഓഫ് ദ ഫേം ആണ്. അത് സി എടുത്തോണ്ട് പോയത് കാരണം സിയുടെ കയ്യിൽ നമ്മളത് കളക്ട് ചെയ്യുന്ന പോലെ നമ്മൾ റെക്കോർഡ് ചെയ്യും. സോ 5,400 ആണ് ഇൻവെസ്റ്റ്മെന്റിന്റെ ടോട്ടൽ കോസ്റ്റിൽ നിന്ന് കുറയേണ്ടത്. പക്ഷെ സിയുടെ കയ്യിൽ നിന്ന് നമ്മൾ കളക്ട് ചെയ്യേണ്ടത് സിക്ക് എത്ര അതിൽ നിന്ന് കിട്ടിയോ ആ എമൗണ്ട് ആണ്. ഇനി അപ്പൊ ആ രണ്ട് പോയിന്റ്സും കഴിഞ്ഞു. മൂന്നാമത്തെ പോയിന്റ് ഒന്ന് വായിക്കാം, ബിക്കോസ് ദാറ്റ് ഈസ് ഓൾസോ റിലേറ്റഡ് ടു ഇൻവെസ്റ്റ്മെന്റ്സ്. A creditor agreed to take over investments of the book value of 5,400 at 8,400. അതായത് ക്രെഡിറ്റേഴ്സ് നമ്മൾക്കുണ്ടല്ലേ, അത് കുറച്ച് ക്രെഡിറ്റേഴ്സ് അല്ലെങ്കിൽ ഒരു ക്രെഡിറ്റർ പറഞ്ഞു നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ്സിൽ 5,500 കോസ്റ്റ് ഉള്ള വേറൊരു ഇൻവെസ്റ്റ്മെന്റ് ഞാൻ ടേക്ക് ഓവർ ചെയ്യാം. പക്ഷെ ഞാൻ ടേക്ക് ഓവർ ചെയ്യുന്ന വാല്യൂ എത്രയാണ്? 8,400. നമ്മൾ ഈ ഷെയർ മാർക്കറ്റ് പോലെ വേണമെങ്കിൽ ചിന്തിക്കാം. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് 10,000 ആണ്. പക്ഷെ നമ്മൾക്ക് ആ ഇൻവെസ്റ്റ്മെന്റിന് ഡെയിലി വാല്യൂ മാറിക്കൊണ്ടിരിക്കുകയാണല്ലോ. 10,000 എന്നുള്ളത് 15,000 ആകും ലാഭം വരികയാണെങ്കിൽ. അപ്പൊ അതേപോലെ എടുത്തോണ്ട് അയാൾ പോകുന്നത് 5,400 വർത്ത് ഉള്ള അല്ലെങ്കിൽ കോസ്റ്റ് ഉള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ്സ് ആണ്. പക്ഷെ അയാൾ അതിനിട്ടിരിക്കുന്ന വിലയോ 8,400. അപ്പൊ ക്രെഡിറ്റർ ഇനി വേണ്ടെന്ന് പറയാൻ പോകുന്ന എമൗണ്ട് എത്രയാണ്? 8,400. ഇൻവെസ്റ്റ്മെന്റിൽ നിന്ന് കുറയുന്നതോ അയാൾ എടുത്തോണ്ട് പോയ പേപ്പറിന്റെ കോസ്റ്റ് 5,400. സോ ഇൻവെസ്റ്റ്മെന്റ്സിൽ നിന്ന് മൈനസ് ടേക്കൺ ഓവർ ബൈ ക്രെഡിറ്റ്. ഈ രണ്ട് 5,400 സെപ്പറേറ്റ് ആണ്, ഒരേ എമൗണ്ട് ആയിരുന്നു മാത്രമേ 5,400. അപ്പൊ ഇൻവെസ്റ്റ്മെന്റ്സ് ഫുള്ള് കഴിഞ്ഞു. Therefore ബാക്കി എത്രയുണ്ട് എൻ്റെ കയ്യിൽ? 18,200 ആണ് ബാലൻസ് എൻ്റെ കയ്യിൽ തന്നെ ഇരിക്കുന്ന ഇൻവെസ്റ്റ്മെന്റ് ഫോർ സെയിൽ. ഈ ബാലൻസ് ഇൻവെസ്റ്റ്മെന്റ് ആണ് പോയിന്റ് നമ്പർ 4 പറയുന്നത്. റെസ്റ്റ് ഓഫ് ദി ഇൻവെസ്റ്റ്മെന്റ്സ് were sold at a profit of 4,800, which means ഈ 11,200 വർത്തുള്ള സാധനത്തിന് എനിക്ക് 4,800 ഒരു പ്രോഫിറ്റും കൂടെ കിട്ടി. ടോട്ടൽ സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെന്റ്സ് എത്രയായി മാറി? 23,000.
സെൻറ്റ്. ബാക്കി രണ്ട് എമൗണ്ടും ഞാൻ സിയുടെ കയ്യിൽ നിന്നും ക്രെഡിറ്ററിൻ്റെ കയ്യിൽ നിന്നും അഡ്ജസ്റ്റ് ചെയ്യും. സോ ഇൻവെസ്റ്റ്മെൻറ്റ്സ് റിയലൈസ് ചെയ്തത് ഇവിടെ എഴുതുക 23,000 വർക്കിംഗ് നോട്ട് നമ്പർ 2. ഇനി ക്രെഡിറ്ററിന് അഡ്ജസ്റ്റ്മെന്റ് വന്നിരുന്നു അല്ലേ, വിച്ച് മീൻസ് ഈ ടോട്ടൽ ക്രെഡിറ്റേഴ്സ് അങ്ങനെ തന്നെ അല്ല നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാൻ പോകുന്നത്, പകരം ഒരു ആ ഇൻവെസ്റ്റ്മെന്റിന്റെ ട്രാൻസാക്ഷനും കൂടെ റെക്കോർഡ് ചെയ്യാനുണ്ട്. Therefore ഞാൻ ക്രെഡിറ്റേഴ്സിനും കൂടി ഒരു വർക്കിംഗ് നോട്ട് പ്രിപ്പയർ ചെയ്യാണ്. വർക്കിംഗ് നോട്ട് നമ്പർ 3 സെറ്റിൽമെന്റ് ടു ക്രെഡിറ്റേഴ്സ്. Opening balance 47,000. ഈ 47,000 നിലനിൽക്കുന്ന കുറെ ക്രെഡിറ്റേഴ്സിൽ ഒരാളാണ് പറഞ്ഞത് 5,400 വർത്തുള്ള ഇൻവെസ്റ്റ്മെന്റ് എനിക്ക് തന്നോളൂ, അത് പക്ഷെ ഞാൻ ടേക്ക് ഓവർ ചെയ്യാൻ സമ്മതിക്കുന്ന പൈസ 8,400. 8,400. സോ എൻ്റെ ക്രെഡിറ്റേഴ്സിന് ഇൻവെസ്റ്റ്മെന്റ് ഞാൻ ഓൾറെഡി കൊടുത്തു വിട്ടു 8,400. അപ്പോൾ അത്രയും എമൗണ്ട് ഞാൻ ഇനി കൊടുക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. ഇൻവെസ്റ്റ്മെന്റ്സ് taken over at 8,400. So balance 47,000, 38,600. ഇനി ബാക്കി പോയി വായിക്കാം. ബാലൻസ് ഈ ബാലൻസ് എമൗണ്ടിൽ ഇവര് പറയുന്നു റെസ്റ്റ് ഓഫ് ദ ക്രെഡിറ്റേഴ്സ് were paid off at a discount of 2%. അപ്പോൾ ബാക്കിയുള്ള എമൗണ്ടിൽ നിന്ന് ഒരു ഡിസ്കൗണ്ടും കൂടെ കഴിഞ്ഞിട്ടാണ് ഞാൻ പേയ്മെന്റ് നടത്തിയത്. സോ ഡിസ്കൗണ്ട് at 2%. 772 which means paid to creditors. $37,820 ക്യാഷ് ആയിട്ട് പോയത്. ബാക്കി 8,400 എൻ്റെ അഡ്ജസ്റ്റ്മെന്റ് ഓൾറെഡി വന്നു കഴിഞ്ഞു. 8,400 അഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് കോസ്റ്റ് കുറയുമ്പോൾ തന്നെ എൻട്രി അല്ലെങ്കിൽ അതിന്റെ എഫക്റ്റ് വന്ന് കഴിഞ്ഞു. സോ therefore by realization creditors working note number 3 amount was 37,828. ഇത്രയും റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഡിസ്പോസൽ ഓഫ് അസറ്റ്സ് മുഴുവൻ കഴിഞ്ഞില്ല, കുറച്ചും കൂടി ഇതിനെ റെക്കോർഡ് ചെയ്യാനുണ്ട് അല്ലേ. ബിൽസ് പേബിൾ പേ ചെയ്ത് കാണിക്കാനുണ്ട്, സ്റ്റോക്കിന്റെയും ബിൽഡിങ്ങിന്റെയും കാണിക്കാനുണ്ട്. ബിൽഡിംഗ് 105% ബുക്ക് വാല്യൂ, അതിന്റെ സെപ്പറേറ്റ് വർക്കിംഗ് നോട്ടിന്റെ ഒന്നും ആവശ്യമില്ല. ദാറ്റ് വാസ് 1,20,000 105%. 1,20,000 1,26,000 stock is 78,000. Stock was 78,000. 1,26,000 2,60,176. So I'll write that in realization account. Assets realized 2,60,176. $176.
ഇനി ബാക്കിയുള്ള ലയബിലിറ്റീസ് ഒക്കെ നമുക്ക് റെക്കോർഡ് ചെയ്യാം. ബിൽസ് പേയബിൾ 20,000 ബിൽസ് പേയബിൾ ഉണ്ട്. ബിൽഡിംഗ് സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെന്റ് ഡെറ്റേഴ്സ് ഒക്കെ കഴിഞ്ഞു. ക്രെഡിറ്റേഴ്സ് സെറ്റിൽ ചെയ്തു. ബിൽസ് പേയബിൾ ഉണ്ട് അല്ലേ. അത് ഡിസ്കൗണ്ട് ഓഫ് 400. പിന്നെ എക്സ്പെൻസസ് ഓഫ് ഡിസൊല്യൂഷൻ 4,900 എന്നാണ് പറഞ്ഞത് അല്ലേ. ഇവിടെ എക്സ്പെൻസ് ഞാൻ സ്പേസ് ഉള്ളതെന്ന് ആദ്യമായിട്ട് എഴുതുകയാണ്. ഇറ്റ്സ് ഓക്കെ ഇഫ് യു ആർ നോട്ട് റിട്ടൺ ഇറ്റ്. ഈ ഒരു പോർഷനേക്കാളും കൂടുതൽ റെലവൻസ് ഓർഡറിന് മറ്റൊരു തിയറി വഴിയുമ്പോഴാണ്. പക്ഷെ എഴുതാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ എഴുതണമെന്ന് ഞാൻ സജസ്റ്റ് ചെയ്യുന്നുള്ളതേ ഉള്ളൂ. സോ ഐ എം ജസ്റ്റ് നൗ റൈറ്റിംഗ് 4,900. കുഴപ്പമില്ല, ഇങ്ങോട്ട് സ്പേസ് ഇല്ലെങ്കിൽ അടുത്തൊരു പോയിന്റ് ഇതിൻ്റെ താഴെ എഴുതിയാലും മതി. 4,900. ബിൽസ് പേയബിൾ എത്രയായിരുന്നു ബിൽസ് പേയബിൾ ഉണ്ടായിരുന്നത്? 20,000. പക്ഷെ കൊടുത്തത് 400 ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ടാണ്. അതായത് we have paid only 19,600. So which means remaining how much did we pay totally? 62,320. So point number 1, step 1, 2, 3 കഴിഞ്ഞു. Take over of asset and liability, disposal of assets and liabilities, realization ഒക്കെ എല്ലാം കഴിഞ്ഞു. ഇനിയുള്ളത് എന്തായിരുന്നു? Settlement of profit or finding out realization profit or loss and giving it to different partners. So let us write that liability and expense 62,328. So 548 ആണ് നമ്മൾക്ക് കിട്ടുന്ന പ്രോഫിറ്റ്. So that will be transferred to partners. Capital balancing figure A, B, C and D. Total വരുന്ന amount ആണ് 548. So that divided by 16 into 69 and round off ചെയ്തിട്ടുണ്ട് 170. 548 in 5:5:4:2 റേഷ്യോയിൽ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കും. സോ പ്രോഫിറ്റ് ഓർ ലോസ് ട്രാൻസ്ഫർ ചെയ്തു, അതിൻ്റെ എൻട്രി നമുക്ക് റെക്കോർഡ് ചെയ്യാം. ഇവിടെ പ്രോഫിറ്റ് ആണ്, റിയലൈസേഷൻ ലോസ് ഒന്ന്. റിയലൈസേഷൻ ലോസ് എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ദാറ്റ് പോർഷൻ ഓഫ് റിയലൈസേഷൻ ലോസ് സോൾവെന്റ് പാർട്ട്നേഴ്സ്, അത് ഡെബിറ്റ് ബാലൻസ് ഉള്ളവരാവാം, ക്രെഡിറ്റ് ബാലൻസ് ഉള്ളവരാവാം. സോൾവെന്റ് ആണെങ്കിൽ അവരെല്ലാവരും എന്ത് ചെയ്യണമെന്നാണ് പറഞ്ഞത്? റിയലൈസേഷൻ ലോസ് ക്യാഷ് ആയിട്ട് കൊണ്ടുവരണം. ഇവിടെ റിയലൈസേഷൻ ലോസ് ഇല്ലാത്ത കാരണം ഗാർണർ വേഴ്സസ് മുറിയ റൂളിലെ ഫസ്റ്റ് പോയിന്റ് നമ്മൾ എടുക്കേണ്ട കാര്യം ഇല്ല. സോ ലോസ് ഉണ്ടെങ്കിൽ മാത്രം, ഇപ്പോൾ പ്രോഫിറ്റ് ആണെങ്കിൽ നമ്മൾ അങ്ങോട്ട് ക്യാഷ് കൊടുക്കണം, അങ്ങനെയൊന്നുമില്ല. ലോസ് ആണെങ്കിൽ പാർട്ട്നേഴ്സ് ഇങ്ങോട്ട് ക്യാപിറ്റലിലേക്ക് ക്യാഷ് കോൺട്രിബ്യൂട്ട് ചെയ്യണം. പ്രോഫിറ്റ് ആണെങ്കിൽ അൾട്ടിമേറ്റ്ലി നമ്മൾ സെറ്റിൽ ചെയ്യുന്ന പേയ്മെന്റിനകത്ത് ഈ റിയലൈസേഷൻ പ്രോഫിറ്റും കൂടെ നമ്മൾ ക്യാഷ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. ലോസ് ആണെങ്കിൽ മാത്രം ഗാർണർ വേഴ്സസ് മുറിയ റൂളിന്റെ ഫസ്റ്റ് കേസ് അപ്ലൈ ചെയ്യുക. സോ 171, 171, 137, 137. സോ ഇത്രയും റെക്കോർഡ് ചെയ്ത് പ്രോഫിറ്റും ട്രാൻസ്ഫർ ചെയ്തു. ഇനി നമ്മൾക്ക് നോക്കേണ്ടത് സി ആയിരുന്നു, ഇൻസോൾവെന്റ് അല്ലെ. ലാസ്റ്റ് പോയിന്റിലേക്ക് പോകാം. ഇറ്റ് വാസ് ഫൗണ്ട് ദാറ്റ് റിയലൈസേഷൻ ഫ്രം സീസ് പ്രൈവറ്റ് അസറ്റ്സ് വുഡ് ഓൺലി ബി 4,000. So എല്ലാ ട്രാൻസാക്ഷൻസും റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞു. ലാസ്റ്റത്തെ പോയിന്റ് മാത്രമേ ഉള്ളൂ. ഇറ്റ് വാസ് ഫൗണ്ട് ഔട്ട് ദാറ്റ് റിയലൈസേഷൻ ഫ്രം സീസ് പ്രൈവറ്റ് അസറ്റ്സ് വുഡ് ഓൺലി ബി 4,000. അതായത് സി ആണ് ഇൻസോൾവെന്റ്. അപ്പോൾ അയാളുടെ കയ്യിൽ നിന്ന് അയാളുടെ പേഴ്സണൽ അസറ്റ്സ് 4,000 രൂപയും കൂടെ കിട്ടുമല്ലോ. അപ്പോൾ ബാക്കി ഇൻസോൾവൻസി ലോസ് ആണ്, അയാളുടെ ക്യാപിറ്റൽ ലോസ് ആണ്. ആ ക്യാപിറ്റൽ ലോസ് ആര് ബെയർ ചെയ്യണം?
ബാക്കി സോൾവെന്റ് പാർട്ട്നേഴ്സ് ഹാവിംഗ് ക്രെഡിറ്റ് ബാലൻസ് ബെയർ ചെയ്യണമെന്നാണ് ഗാർണർ വേഴ്സസ് മുറെ റൂൾ പറയുന്നത്. പക്ഷെ ഇവിടെ റിയലൈസേഷൻ ലോസ് ആണെങ്കിൽ ആദ്യത്തെ പോയിന്റും ഗാർണർ വേഴ്സസ് മുറെ റൂളിന്റെ അപ്ലൈ ആകും. ഇവിടെ അതില്ല. സോ സെക്കൻഡ് പോയിന്റ് മാത്രം നമ്മൾ കണ്ടുപിടിച്ചാൽ മതി. സോ എത്രയാണ് ഇൻസോൾവൻസി ലോസ് എന്ന് കണ്ടുപിടിക്കുന്നതിന് മുന്നേ വി വിൽ റൈറ്റ് ദ ലാസ്റ്റ് പോയിന്റ്. അയാളുടെ പ്രൈവറ്റ് അസറ്റ്സിൽ 4000 രൂപ കിട്ടുമെന്നല്ലേ. അപ്പോൾ അയാൾ ആദ്യമേ എന്തിനു വേണ്ടി ഇത് ഉപയോഗിക്കണം? അയാളുടെ ഈ ഫേമിന്മേലുള്ള അയാളുടെ ലൈബിലിറ്റി സെറ്റിൽ ചെയ്യാൻ ഉപയോഗിക്കണം. സോ വിച്ച് മീൻസ് ആ 4000 രൂപ അയാൾ ക്യാഷ് ആയിട്ട് കൊണ്ടുവരണം. എന്നിട്ടും കൊണ്ടുവരാൻ പറ്റാത്ത റിമൈനിങ് ആയിരിക്കണം അയാളുടെ ക്യാപിറ്റൽ ലോസ് അല്ലെ ഇൻസോൾവൻസി ലോസ് എന്ന് പറയുന്നത്. സോ ക്യാഷ് അക്കൗണ്ടിലും അത് റെക്കോർഡ് ചെയ്യുക ബൈ സീസ് ക്യാപിറ്റൽ 4000 രൂപ. ഇത് റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഫൈൻഡ് ഔട്ട് വാട്ട് ഈസ് ഹിസ് ഇൻസോൾവൻസി ലോസ്. അത് ഈ ഡെബിറ്റും സീഡ് അക്കൗണ്ടിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടിന്റെ ഡെബിറ്റും ക്രെഡിറ്റിന്റെയും കൂടെ നെറ്റ് ഓഫ് ചെയ്താൽ മതി. സോ 7927 മൈനസ് 6000 137. That is 17,063 ആണ് ഇൻസോൾവൻസി ലോസ്. അതായത് ആ ലെഡ്ജർ അഡ്ജസ്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും 17,063. Now this 17,063 should be borne by solvent partners having credit balance. അത് നമ്മളുടെ ഈ ക്വസ്റ്റനിൽ എ ബി ആൻഡ് ഡി 3 പേരും സോൾവൻസ് ആണ്. എല്ലാവർക്കും ക്രെഡിറ്റ് ബാലൻസ് ആണ് തന്നെ. സോ എല്ലാവരും ഷെയർ ചെയ്യണം. ഇൻ വാട്ട് റേഷ്യോ? ഇൻ ക്യാപിറ്റൽ റേഷ്യോ. എന്ന് വരെയുള്ള ക്യാപിറ്റൽ റേഷ്യോ കണ്ടുപിടിക്കണം. ജസ്റ്റ് ബിഫോർ ഡിസൊല്യൂഷൻ വരെയുള്ള ക്യാപിറ്റൽ ബേസ് ചെയ്തിട്ട് റേഷ്യോ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. റിയലൈസേഷൻ പ്രോഫിറ്റ് ഓർ ലോസ് അറൈവ് ചെയ്യുന്ന എപ്പോഴാണ്? ഡിസൊല്യൂഷൻ എന്ന് പറയുന്ന പ്രൊസീജിയർ തുടങ്ങി ആ ആക്ടിവിറ്റി ചെയ്യുന്നതോടൊപ്പം അല്ലെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് എപ്പോഴേലും ആണ് ഈ റിയലൈസേഷൻ പ്രോഫിറ്റ് ഓർ ലോസ് വരുന്നത്. അപ്പോൾ ഒരിക്കലും ക്യാപിറ്റൽ റേഷ്യോ കമ്പ്യൂട്ട് ചെയ്യാൻ റിയലൈസേഷൻ പ്രോഫിറ്റ് ഓർ ലോസ് എടുക്കേണ്ട കാര്യമില്ല. പകരം അതിന് മുന്നേ ഡിസൊല്യൂഷൻ തുടങ്ങുന്ന ഫസ്റ്റ് സ്റ്റെപ്പ് തുടങ്ങുന്നതിന് മുന്നേ ക്യാപിറ്റൽ അക്കൗണ്ടിലുള്ള ഓപ്പണിംഗ് ബാലൻസും റിസർവ്സും ഇവിടെ അത് 90,000 7,500 97,500 ആൻഡ് ഫൈനലി ഡിക്ക് 38,000 അതാണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത്. ആൻഡ് ദെൻ ഫൈൻഡ് ഔട്ട് ദ റേഷ്യോ. ആ റേഷ്യോ ആണ് ഇവിടെ കണ്ടുപിടിച്ചിരിക്കുന്നത്. ആൻഡ് ദിസ് ഷുഡ് ബി ഗിവൻ ടു ഈച്ച് പാർട്ട്ണർ 97.5 ഇങ്ങനെ ഇവർ സ്പ്ലിറ്റ് ചെയ്യണം. 17,063 into 97.5 and finally D partner 38 divided by 2 33. Yeah. So that is 7,140. 7,141 2,007 83 or 82. One adjustment ആണ് നടത്തിയതേ ഉള്ളൂ. റൗണ്ട് ഓഫ് ചെയ്തത് 750 plus 17,063. അപ്പോൾ ഇത് കൊണ്ടുവരേണ്ടത് എങ്ങനെയാണ്? നമ്മുടെ ക്യാപിറ്റൽസിൽ നമ്മൾ കൊടുത്തു വിടേണ്ട എമൗണ്ടിൽ നിന്ന് ഈ എമൗണ്ട് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യണം. സിയുടെ ക്യാപിറ്റൽ അക്കൗണ്ട് ക്ലോസ് ചെയ്യാൻ അയാൾക്ക് ഇതെല്ലാം ക്രെഡിറ്റ് കിട്ടണം. 7140 7140 and 2783. ഇത് ഈ ഓരോ ആൾക്കാരുടെയും ക്യാപിറ്റൽ അക്കൗണ്ടിൽ നിന്ന് ഡെബിറ്റ് ചെയ്ത് അഡ്ജസ്റ്റ്. അതായത് ഇവർ ക്യാഷ് കൊണ്ടുവരേണ്ട കാര്യമില്ല. അവർക്ക് നമ്മൾ കൊടുത്തു വിടേണ്ട എമൗണ്ട് ഇത്രയും കുറച്ച് നമ്മൾ കൊടുത്തു വിടുകയാണ്. 7140 7140 and 2783. ആൻഡ് ദെൻ ഈ ഒരു സ്റ്റെപ്പ് ഗാർണർ വേഴ്സസ് മുറെ, ഈ ഒരു സ്റ്റെപ്പ് കഴിഞ്ഞാൽ ഗാർണർ വേഴ്സസ് മുറെ റൂൾ തീരും. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്കുള്ളത് ഡിസൊല്യൂഷനിലെ ഫൈനൽ സ്റ്റെപ്പായ സെറ്റിൽമെന്റ് ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ ആണ്. സിക്ക് ഒന്നും തന്നെ നമ്മൾ കൊടുക്കേണ്ടതൊന്നുമില്ല. കാരണം സിക്ക് കൊണ്ടുവരാൻ പറ്റുന്ന 4000 കൊണ്ടുവന്നു. ബാക്കി അയാൾ കൊണ്ടുവരേണ്ട എമൗണ്ട് ആണ് എ ബി ആൻഡ് ഡി ഷെയർ ചെയ്തത്. അപ്പോൾ സിയുടെ അക്കൗണ്ടിൽ നേരിട്ട് ട്രാൻസാക്ഷൻസ് ഒന്നും വരില്ല. പക്ഷേ റിമൈനിങ് പാർട്ട്നേഴ്സിന് നമ്മൾ ചിലപ്പോൾ കാശ് അങ്ങോട്ട് കൊടുക്കുകയോ അവർ ഇങ്ങോട്ട് കൊണ്ടുവരികയോ വേണ്ടി വരും. സോ therefore first let us close partners capital account.
1500. So with that, നമ്മുടെ ക്യാഷ് അക്കൗണ്ടും ക്ലോസ് ആവും, പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടും ക്ലോസ് ആവും. So I hope this area is clear now. That Ghana versus Murray rule. ഇപ്പോൾ ഈ ചെയ്ത പ്രോബ്ലം കുറച്ച് എക്സ്റ്റെൻസീവ് പ്രോബ്ലമാണ്, ഒത്തിരി പോർഷൻസ് ഒക്കെ കവർ ചെയ്യുന്നുണ്ട്, കുറേ മിസ്അപ്രോപ്രിയേഷൻസും അസറ്റിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഒക്കെ വരുന്ന ഒരു പ്രോബ്ലം. സോ വെരി ഗുഡ് പ്രോബ്ലം ഫോർ യു ടു പ്രാക്ടീസ് ഓൺ യുവർ ഓൺ. അപ്പോൾ നല്ലപോലെ മനസ്സിലായി എന്ന് നോക്കുക. അടുത്ത ക്ലാസ്സിൽ വി വിൽ ടേക്ക് അപ്പ് എ ന്യൂ ടോപ്പിക്. So if any doubts, please keep it aside. As I already told you in 4 classes, we will take consolidate ചെയ്ത് വെച്ചേക്കാം, നമ്മൾ doubts ഒക്കെ ക്ലിയർ ചെയ്യാൻ ഒരു സെഷൻ. Till we meet again, stay safe and happy.